പ്രിയപ്പെട്ട സഹകളെ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ വഴിത്തിരിവുകൾക്ക് കാരണമായ ഗ്രന്ഥങ്ങളിലൊന്നായി ഇന്ന് മൂലധനം മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഇതൊട്ടും ആലങ്കാരികമായി പറയുന്നതല്ല. കാരണം മനുഷ്യവംശം പിന്നിട്ടു പോന്ന സാമൂഹ്യ വ്യവസ്ഥകളിൽ ഒന്നിനെ, ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും അന്തിമമായൊരു ഘട്ടത്തെ സർവതലസ്പർശിയായും സമഗ്രമായും പരിശോധിക്കുകയും അതിനെ വിമർശനാത്മകമായി മറികടക്കേണ്ടതിൻ്റെ വഴികൾ പ്രതിപാദിക്കാൻ ശ്രമിക്കുകയും ആ പ്രതിപാദനത്തിന് പ്രായോഗികമായ വലിയ ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ് മൂലധനം. പ്രായോഗിക ഫലങ്ങൾ ഉളവാക്കി എന്നത് തന്നെയാണ് മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് മൂലധനത്തെ നിർണായകമായി വ്യത്യസ്തമാക്കുന്നത്. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ടെറി ഈഗിൾട്ടൺ ഒരു ചെറിയ ഗ്രന്ഥം എഴുതുകയുണ്ടായി. വൈ മാർസ് വാസ് റൈറ്റ്, മാർസ് എന്തുകൊണ്ട് ശരിയായിരുന്നു. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലോകത്തെ മറ്റേതെങ്കിലും ഒരു ചിന്താരീതിക്ക് ഇത്രമേൽ സമഗ്രമായി ജീവിതത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്ലേറ്റോണിക് ട്രേഡ് യൂണിയനെ കുറിച്ചോ അരിസ്റ്റോട്ടിലിയൻ സ്ത്രീവാദ പ്രസ്ഥാനത്തെക്കുറിച്ചോ ആലോചിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ഹെഗേലിയൻ ഗറില്ല മൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അങ്ങനെ ധാരാളം പറഞ്ഞിട്ട് അദ്ദേഹം പറയും, നിങ്ങൾക്ക് ഏത് പ്രസ്ഥാനത്തെക്കുറിച്ചും ഏത് ചിന്താക്രമത്തെക്കുറിച്ചും വിശകലന രീതിയെക്കുറിച്ചും ആലോചിച്ചുകൊള്ളൂ. മാർക്സിസം അതുമായി ഇടപെട്ടിട്ടുണ്ട്, മാർക്സിസം അതുമായി സംവദിച്ചിട്ടുണ്ട്. മാർക്സിസം ട്രേഡ് യൂണിയനുകളായി, മാർക്സിസം ഭരണകൂട രൂപങ്ങളായി, സ്ത്രീ പ്രസ്ഥാനങ്ങളായി, പാരിസ്ഥിതിക വിശകലനങ്ങളായി, ശാസ്ത്ര പദ്ധതികളായി, ഘടനാപഗ്രഥനങ്ങളായി, ഏതെല്ലാം നിലയിൽ മനോവിജ്ഞാനത്തിൻ്റെ തലത്തോട് വരെ മാർക്സിസം വളരെ ആഴത്തിൽ സംവദിച്ചു. ഒരു ഘട്ടത്തിൽ മനോവിജ്ഞാനം മാർക്സിസവുമായി ചേരില്ല എന്ന് കരുതുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ വിൽഹം റീഖിനെ പോലെ, എറിക് ഫ്രോമിനെ പോലെ ഒക്കെയുള്ള പണ്ഡിതന്മാർ മാർക്സിസത്തെയും വിശ്ലേഷണത്തെയും കൂട്ടിയിണക്കാൻ പല നിലകളിൽ ശ്രമിക്കുകയും ഒരുപക്ഷെ ഫാഷിസത്തെക്കുറിച്ചുള്ള ഏറ്റവും മൗലികമായ ഉൾക്കാഴ്ചകൾ മാർക്സിസത്തെയും മനഃശാസ്ത്രത്തെയും കൂട്ടിയിണക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരിൽ നിന്ന് രൂപപ്പെട്ടു വരികയും ഒക്കെ ചെയ്തു. ഇങ്ങനെ സർവതലസ്പർശിയായ ഒരു പ്രയോഗമൂല്യം മാർക്സിസത്തിന് ഉണ്ടായിരുന്നു. ആ പ്രയോഗമൂല്യത്തിൻ്റെ അടിത്തറ ഒരുക്കുന്നതിൽ മറ്റേതെങ്കിലും ഒരു കൃതിയേക്കാൾ വലിയ പങ്ക് വഹിച്ചത് മൂലധനമാണ് എന്ന് നമുക്കിന്നറിയാം. എഴുതപ്പെട്ട കാലത്ത് ഇത് അത്രമേൽ വിജയിച്ചൊരു കൃതി ആയിരുന്നില്ല. 1867 സെപ്റ്റംബർ 14 ഈ പുസ്തകം പുറത്തു വരുന്നത് നേരത്തെ ബേബിസഖാവിടെ പറഞ്ഞതുപോലെ 2 പതിറ്റാണ്ട് നീണ്ട പരിശ്രമത്തിൻ്റെ പരിസമാപ്തി എന്ന നിലയിലാണ്. മാനിഫെസ്റ്റോ എഴുതിയ കാലത്താണ് മൂലധനത്തിൻ്റെ പ്രവർത്തനത്തെയും അതെങ്ങനെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭം സമാഹരിച്ച് മുതലാളിത്തം എന്ന വ്യവസ്ഥയായി മാറുന്നത് എന്നതിനെയും വിശദീകരിക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം എഴുതാനാണ് മാർക്സ് ആലോചിച്ച് തുടങ്ങുന്നത്. അത് 1848-49 കാലത്താണ്. അത് ഉടനടി പൂർത്തിയാകും എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ധാരാളം ഉറപ്പുകൾ ഇതേ ചൊല്ലി നൽകുന്നുണ്ട് പ്രസാധകർക്കും മറ്റുമൊക്കെ. പലതവണ പൂർത്തിയാകുന്നു എന്ന് അദ്ദേഹവും സ്വയം കരുതിയിട്ടുണ്ട്. പക്ഷേ 20 വർഷക്കാലം അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ 20 വർഷക്കാലം പരിശ്രമിച്ചപ്പോൾ തൻ്റെ കൃതി തൻ്റെ പരിശ്രമം കൊണ്ട് തന്നെ അവ്യക്തമായി പോകുന്നുണ്ടോ എന്ന സംശയവും മാർക്സിനുണ്ടായിരുന്നു. താൻ പഠിച്ച് എഴുതി ഇത് കൂടുതൽ സങ്കീർണമായി ആളുകൾക്ക് ഒട്ടുമേ വ്യക്തമല്ലാത്തൊരു കൃതിയായി തീരുന്നുണ്ടോ എന്ന സംശയവും മാർക്സിനുണ്ടായിരുന്നു. 1867 ഫെബ്രുവരി മാസത്തിൽ മാർക്സ് എംഗൽസിന് എഴുതിയ ഒരു കത്തിൽ ബെൽസാക്കിൻ്റെ ഒരു കഥ താങ്കൾ വായിച്ചു നോക്കണം, ഏതാണ്ട് എൻ്റെ കൃതിയുടെ സ്വഭാവം അതിനുണ്ടോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ബെൽസാക്കിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വപ്രസിദ്ധനായൊരു ചിത്രകാരൻ അതുവരെ ഇല്ലാത്ത മട്ടിൽ മഹത്തായൊരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയും വരച്ചതിന് മുകളിൽ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയും
അന്തിമമായി അത് തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കാണിക്കുമ്പോൾ യാതൊന്നും വ്യക്തമല്ലാത്ത ഒരു കുഴഞ്ഞു മറിഞ്ഞ ചിത്രമായി അത് മാറിപ്പോകുന്നതും അത് അവസാനം അദ്ദേഹം കത്തിച്ചു കളയുന്നതുമാണ് ആ കഥ. ഈ കഥ താങ്കൾ വായിക്കണം എന്ന് എംഗൽസിന് 1867 ഫെബ്രുവരി മാസത്തിൽ എഴുതിയ കത്തിൽ മാർക്സ് പറയുന്നുണ്ട്. എംഗൽസ് തന്നെയും മാർക്സിൻ്റെ ഈ സങ്കീർണമായ അവതരണ രീതിയെക്കുറിച്ച് ചിലപ്പോഴൊക്കെ സംശയങ്ങളുള്ള ആളായിരുന്നു. ഇപ്പോൾ മൂലധനത്തിൻ്റെ 1-ാം വോള്യത്തിലെ 4-ാം ഭാഗം എന്ന് പറയുന്നത് അതിദീർഘമാണ്. 1-ാം ഭാഗവും വളരെ സങ്കീർണമാണ്. ചരക്ക് എന്ന് പറയുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം. 4-ാം ഭാഗത്തെക്കുറിച്ച് എംഗൽസ് ചോദിക്കുന്നത്, ഇത്രമേൽ വലിയൊരു അധ്യായം ആര് വായിച്ച് മനസ്സിലാക്കുന്നതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്ന്. അങ്ങനെ എംഗൽസിന് തന്നെയും സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ മാർക്സിൻ്റെ ഒരു രചനാരീതിയുടെ സവിശേഷത, മാർക്സ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ എഴുതിയ ഒരു കാര്യം 6 മാസം കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ എനിക്ക് അതേപടി വീണ്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന്. 6 മാസം കഴിഞ്ഞ് വായിച്ചു നോക്കിയാൽ തനിക്കത് തിരുത്താതെ, അതിനെ ധാരാളമായി മാറ്റി എഴുതാതെ തനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് എപ്പോഴും ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് ഉടനീളം മാറ്റി എഴുതിക്കൊണ്ടിരുന്നു, പുതിയ വിജ്ഞാനങ്ങളെ അതിൽ കൂട്ടിയിണക്കിക്കൊണ്ടിരുന്നു, വിശകലനത്തെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാക്കിക്കൊണ്ടിരുന്നു. ഈ സൂക്ഷ്മതയും സൈദ്ധാന്തികമായ ജാഗ്രതയും മൂലധനത്തെ വളരെ സങ്കീർണമായ അതേസമയം വളരെ സമഗ്രമായ ഒരു കൃതിയാക്കി മാറ്റുകയും ചെയ്തു. മാർക്സും നേരത്തെ ഇവിടെ പറഞ്ഞ മേരി ഗബ്രിയലിൻ്റെ പുസ്തകത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മാർക്സും അദ്ദേഹത്തിൻ്റെ കുടുംബവും എംഗൽസും സുഹൃത്തുക്കളും സഖാക്കളും ഒക്കെ പ്രതീക്ഷിച്ചത് ഈ പുസ്തകം പുറത്തു വരുന്നതോടെ ലോകത്ത് വമ്പിച്ചൊരു മാറ്റം ഉണ്ടാകുമെന്നും ലോകവിപ്ലവത്തിൻ്റെ പുറപ്പാടായി അത് മാറിത്തീരും എന്നും ഒക്കെയാണ്. 1867 സെപ്റ്റംബർ മാസം 14 പുറത്തു വന്ന 1000 കോപ്പി അച്ചടിച്ച മൂലധനത്തിൻ്റെ 1-ാം വോള്യം 5 വർഷം കൊണ്ടാണ് വിറ്റ് തീർന്നത്. 1000 കോപ്പി അത് വിറ്റ് തീരുകയുണ്ടായില്ല. മാർക്സും എംഗൽസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പല നിലയ്ക്ക് പണിപ്പെട്ടു. എങ്കിലും മാർക്സിൻ്റെ ജീവിതകാലത്ത് മാർക്സ് പ്രതീക്ഷിച്ചൊരു സ്വീകരണം മാർക്സ് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും കൈവന്നിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇത്രയേറെ സംസാരിച്ച ഒരാൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ്. മൂലധനത്തിന് വേണ്ടിയാണല്ലോ എഴുത്ത് മുഴുവൻ. അതൊരിക്കൽ പോലും കൈവന്നിട്ടില്ല. അങ്ങനെ തനിക്കൊരിക്കലും കൈവന്നിട്ടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എന്നെപ്പോലെ സംസാരിച്ച ഒരാൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതെഴുതാൻ വേണ്ടി ഞാൻ വലിച്ച സിഗരറ്റിൻ്റെ വില പോലും എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നും മാർക്സ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതിലദ്ദേഹം പക്ഷെ നിരാശനൊന്നും ആയിരുന്നില്ല കേട്ടോ. മാർക്സ് അവസാന ഘട്ടത്തിൽ പറയുന്നുണ്ട്, കൂടുതൽ പ്രായോഗികമായി പ്രവർത്തിക്കണമെന്ന് കരുതുന്ന ആളുകളുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വാക്യം, ഒരു കാളയുടെയോ മറ്റോ പ്രകൃതമായിരുന്നെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ ദുരിതത്തിന് നേരെ കണ്ണടയ്ക്കാമായിരുന്നു. തുടർന്ന് പറയുന്ന നല്ലൊരു വാക്യമാണ്, മനുഷ്യവംശത്തിൻ്റെ യാതനകൾ കണ്ടില്ലെന്ന് നടിച്ചിരുന്നെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറാകുമായിരുന്നു എന്നാണ്. ഞങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊഫസർമാരായതെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം കൂടി അതിനകത്തുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞുകൂടാത്തതാണ് ഇവിടെ. എന്നാലും അങ്ങനെ 1867 ഇത് ആദ്യ വോള്യം പുറത്തു വന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ 2-ാം ജർമ്മൻ പതിപ്പ് വന്നു 1872. 73 അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം മൂലധനത്തിന് കിട്ടിയത് റഷ്യയിലാണ്. റഷ്യൻ പതിപ്പുണ്ടായി എന്ന് മാത്രമല്ല, 10,000 കോപ്പി 1-ാം പതിപ്പ് വന്ന് തൊട്ടു പിന്നാലെ വിറ്റു തീർന്നു. മാർക്സിൻ്റെ ജീവിതകാലത്ത് വലിയ മുന്നേറ്റം മൂലധനത്തിന് കിട്ടിയ ഒരു രാജ്യം റഷ്യയാണ്. 1875 ഫ്രഞ്ച് പതിപ്പ് വന്നു. ഈ 4 പതിപ്പുകളാണ് മാർക്സിൻ്റെ ജീവിതകാലത്ത് വന്നത്. ഇംഗ്ലീഷ് പതിപ്പ് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അത് ചെയ്യാനായി തൻ്റെ മകളോട് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് വരികയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ സാമുവൽ മൂറും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുത്രിയായ ഇളയ മകളായ എവലിൻ്റെ ഭർത്താവ് കൂടി ചേർന്നിട്ടാണ്, എലിനോർ മാർക്സിൻ്റെ ഭർത്താവ് അവലിംഗ് കൂടി ചേർന്നിട്ടാണ് ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷ് വിവർത്തനവും അക്കാലത്ത് കാര്യമായി സ്വീകരിക്കപ്പെടുകയുണ്ടായില്ല. വലിയ വിജയം നേടിയത് റഷ്യൻ പതിപ്പാണ്. റഷ്യൻ പതിപ്പിൻ്റെ സ്വീകരണം മാർക്സിനെ വളരെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്തു. നേരത്തെ
ബെൽസഖ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർക്സ് ഒരിക്കലും മൂലധനമെന്നോ തൻ്റെ ചിന്തയെന്നോ എന്നത് അന്തിമമായ ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആളല്ല. മൂലധനം അദ്ദേഹം പലവട്ടം തിരുത്തുന്നുണ്ട്. ഈ 4 പതിപ്പുകൾ വന്ന 1-ാം വോള്യം തന്നെ അദ്ദേഹം ഓരോ പതിപ്പിലും തിരുത്തിക്കൊണ്ടിരുന്നു എന്ന കാര്യവും, പ്രത്യേകിച്ച് ഫ്രഞ്ച് പതിപ്പിൽ അദ്ദേഹം വരുത്തിയ തിരുത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഞാൻ പിന്നാലെ കുറച്ച് വിശദമായിട്ട് പറയാം എന്ന് കരുതുന്നു. എന്തായാലും ഈ 4 പതിപ്പുകൾ വരികയും ഈ 4 പതിപ്പുകൾ വന്നതിൻ്റെ കാര്യം കൂടി അല്പം കൂടി പറയാവുന്നത്, വാസ്തവത്തിൽ മാർക്സ് ആദ്യം പൂർത്തിയാക്കിയത് 1-ാം വോള്യം അല്ല. അദ്ദേഹത്തിൻ്റെ 4-ാം വോള്യം എന്ന് പറയുന്ന തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ ആണ് 1862-63 കാലത്തെ പഠനക്കുറിപ്പുകളിലൂടെ അദ്ദേഹം ഏകദേശം പൂർത്തിയിലെത്തിച്ചു എന്ന് ഞാൻ പറയുന്നത് ഒരു കരട് തയ്യാറാക്കി. കരട് തയ്യാറായി എന്നുള്ളതിൻ്റെ അർത്ഥം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി എന്നല്ല മാർക്സിനെ സംബന്ധിച്ച്. കാരണം ആ കരടാണ് പിന്നെ ഒരു പതിറ്റാണ്ടൊക്കെ വീണ്ടും പണിയെടുത്ത് പുതുക്കുക. എങ്കിലും ആദ്യം പൂർത്തിയായത് 4-ാം വോള്യമാണ്. പിന്നീട് 1865 അദ്ദേഹം 3-ാം വോള്യം, ഈ മൂലധനത്തിൻ്റെ 3-ാം വോള്യം പൂർത്തിയാക്കി. 1867 1-ാം വോള്യത്തിൻ്റെ കരട് പൂർത്തിയാക്കി പ്രസാധനത്തിന് അയച്ചു കൊടുത്തു. 1867-69 മുതൽ 10 വർഷക്കാലം കൊണ്ട് അദ്ദേഹം മൂലധനത്തിൻ്റെ 2-ാം വോള്യത്തിൻ്റെ കരടും പൂർത്തിയാക്കി. ഈ കരട് രൂപങ്ങളാണ് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിൽ ചിലരെങ്കിലും പറയുന്ന കാര്യം, 2-ാം വോള്യത്തിൻ്റെ കരട് പൂർത്തിയാക്കാൻ ഇത്രയും വൈകിയത് 1-ാം വോള്യത്തിന് കൈവന്ന നിരാശാജനകമായ പ്രതികരണങ്ങളായിരിക്കണം അദ്ദേഹത്തെ ഇതിൽ വിമുഖനാക്കിയത് എന്ന കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരുപക്ഷെ ഒരു കൃതിക്ക് വേണ്ടി, അതിൻ്റെ രചനയ്ക്ക് വേണ്ടി ഇത്രമേൽ സഹിച്ചും ഇത്രമേൽ സമയം ചെലവഴിച്ചും മറ്റേതെങ്കിലും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ അസാധാരണമായിരിക്കും. ഇത്രമേൽ പണിപ്പെട്ട് അധ്വാനം കൊണ്ട് മാത്രമല്ല, തൻ്റെ മക്കളുടെ മരണം, മകനൊക്കെ മരിച്ചു പോകുന്നു, 2 കുട്ടികൾ ഇതിനിടയിൽ മരിച്ചു പോകുന്നു, ദാരിദ്ര്യം, ഇതിൻ്റെ എല്ലാം ഇടയിലും മാർക്സ് ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്തൊരു താല്പര്യം ലോക തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമായ സമരങ്ങളിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എന്താണ് മൂലധനത്തെ നമ്മുടെ കാലത്തെ മറ്റ് അക്കാദമിക രചനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചാൽ, അതൊരിക്കലും ഒരു അക്കാദമിക ഗ്രന്ഥമായി ഭാവന ചെയ്യപ്പെട്ടതല്ല, മറിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ സൈദ്ധാന്തിക അടിസ്ഥാനം എന്ന നിലയിൽ ഭാവന ചെയ്യപ്പെട്ടതാണ്, ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മൂലധനത്തിൻ്റെ രചനയിൽ ആണ്ടുമുഴുകിയിരിക്കുന്ന സമയത്തും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ ഗ്രന്ഥരചന മാറ്റിവെച്ച് അതിനോട് ഏറ്റുമുട്ടാൻ പുറപ്പെടുന്ന ഒരു സമ്പ്രദായം മാർക്സ് പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ 1850കളുടെ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളി രംഗത്ത് വരികയും, കാൾ വോക്സ് എന്ന് പറയുന്ന ഒരാൾ രംഗത്ത് വരികയും മാർക്സിനെയും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ധാരാളം പ്രചാരവേലകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മൂലധന രചന നിർത്തിവെച്ച് ഏതാണ്ട് 1.5 കൊല്ലക്കാലം വോക്റ്റുമായിട്ട് മാർക്സ് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. അന്ന് എംഗൽസൊക്കെ പറയുന്നുണ്ട്, ഇതുപോലുള്ള വിഡ്ഢികളോട് ഏറ്റുമുട്ടി ഊർജം പാഴാക്കരുത് എന്ന്. അതിന് മാർക്സ് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, 48ലെ മുന്നേറ്റത്തിന് ശേഷം തൊഴിലാളി പ്രസ്ഥാനത്തിന് വലിയൊരു തിരിച്ചടി നേരിട്ട് രാജാധിപത്യം വിജയം നേടിയതിന് ശേഷം 50കളുടെ അവസാനത്തോടെയാണ്, 1850കളുടെ അവസാനത്തോടെയാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടു വരുന്നത്. അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് അപവാദ പ്രചരണം വഴി ട്രേഡ് യൂണിയനുകളെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും നശിപ്പിക്കാനുള്ള വളരെ രാഷ്ട്രീയമായൊരു ശ്രമമാണ്, വ്യക്തിഹത്യയുടെ പ്രശ്നമല്ല ഇതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മൂലധനത്തിൻ്റെ രചന ഏതാണ്ട് 2 വർഷക്കാലത്തോളം മാറ്റിവെച്ച് കാൾ വോക്റ്റിനെതിരായ തൻ്റെ തർക്കങ്ങൾ നടത്തിക്കൊണ്ട്, മാർക്സ് തർക്കിക്കുന്ന സമയത്ത് നമ്മൾ കരുതുന്ന സുജനമര്യാദയൊന്നുള്ള ആളല്ല കേട്ടോ. തർക്കിക്കുന്ന സമയത്ത് മാർക്സ് പരമാവധി അക്രമോത്സുകമായി മാത്രം സംസാരിക്കുന്ന ആളാണ്. പ്രൂതോണിനെ കുറിച്ച് ഒരിക്കൽ എഴുതുന്ന ഒരു വാക്യം, ഇതുപോലുള്ള വിഡ്ഢികളെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചതാണ്, പക്ഷേ ഇയാൾ എഴുതിയതിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിതിന് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാണ്. അങ്ങനെ അല്ലാതെ മണ്ടനായ ഒരാളോട് സുജനമര്യാദയോടെ സംസാരിക്കുന്ന ഏർപ്പാടൊന്നും മാർക്സിനുണ്ടായിരുന്നില്ല. തൻ്റെ ബോധ്യങ്ങളിൽ ഭയങ്കര ബലമുള്ള ഒരാളായിരുന്നു. എംഗൽസ് നേരെ തിരിച്ചായിരുന്നു.
എംഗൽസ് വ്യത്യസ്തമായിരുന്നു. അവർ തമ്മിലുള്ള പ്രകൃതത്തിൽ ആ വ്യത്യാസമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത്, എന്തിനാണ് വോക്റ്റിനെ പോലെ ഒരാളുമായുള്ള ഏറ്റുമുട്ടൽ മാർക്സ് ഈ മൂലധനത്തിൻ്റെ ചർച്ചയുടെ ഇടയിൽ 2 കൊല്ലം ഏറ്റെടുത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൊണ്ടാണ്. അതായത് മൂലധനത്തെ പോലെ തന്നെ പ്രധാനമാണ്, അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രയോഗങ്ങളെന്നും അതിനെ അവമതിപ്പെടുത്തുന്നതിനിടയിൽ തൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് അത്രമേൽ ശരിയല്ല എന്നൊരു തോന്നൽ വാസ്തവത്തിൽ മാർക്സിനുണ്ടായിരുന്നു എന്നുകൂടി നാം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിത് ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അക്കാദമിക സങ്കീർണതയുള്ള മികവുകളുള്ള ഗ്രന്ഥമാണ് മൂലധനം എന്നത് ശരിയാണെങ്കിലും ആ അക്കാദമിക മികവായിരുന്നില്ല നിശ്ചയമായും മാർക്സിൻ്റെ അന്തിമ ലക്ഷ്യം. അക്കാദമികമായ ജാഗ്രതയും കൃത്യതയും കൈവിടാൻ മാർക്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അന്തിമ താല്പര്യമായിരുന്നില്ല. അത് ഈ രാഷ്ട്രീയ പ്രയോഗവുമായി അദ്ദേഹം നിരന്തരമായി കൂട്ടിയിണക്കിയിരുന്നു എന്ന കാര്യം പ്രധാനമാണ്. മൂലധനം വാസ്തവത്തിൽ മാർക്സ് എഴുതുന്നത് ഒരു കൃതിയായിട്ടല്ല. മാർക്സിൻ്റെ 1857-58 കാലത്തെ പഠനക്കുറിപ്പുകൾ ഇന്ന് ഗ്രൂൻഡ്രിസെ എന്ന പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാർക്സ് തയ്യാറാക്കിയതല്ല, മറിച്ച് തൻ്റെ വിചാരക്രമങ്ങളെ ആകമാനമൊന്ന് ക്രോഡീകരിച്ച് അതിനൊരു ക്രമമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കുറിപ്പുകളാണ് ഗ്രൂൻഡ്രിസെ. ഗ്രൂൻഡ്രിസെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയാവുന്ന അർത്ഥം ഫൗണ്ടേഷൻസ് എന്നൊക്കെയാണ്, അടിസ്ഥാന തത്വങ്ങൾ, മൂലധനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. അതിൽ താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൻ്റെ ഒരു രൂപരേഖ മാർക്സ് നൽകുന്നുണ്ട്. 6 ഭാഗങ്ങളുള്ള 6 പ്രമേയങ്ങളെക്കുറിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന ഒരു അതിവിപുലമായ ഗ്രന്ഥപരമ്പരയാണ് മാർക്സിൻ്റെ ആലോചനയിലുള്ളത്. അതിൽ 1-ാമത്തെ ഭാഗം മൂലധനമാണ്, 2-ാമത്തേത് ഭൂവുടമസ്ഥത, ഭൂസ്വത്ത്, ലാൻഡ് പ്രോപ്പർട്ടി എന്നതാണ്, 3-ാമത്തേത് വേജ് ലേബർ, കൂലിവേല എന്നത്, 4-ാമത്തേത് ഭരണകൂടം, 5 ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വാണിജ്യം എന്നത്, 6-ാമത്തേത് വേൾഡ് മാർക്കറ്റ്, ലോക വിപണി. ഇങ്ങനെ 6 പ്രമേയങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു അതിവിപുലമായ ഗ്രന്ഥ പരമ്പരയാണ് മാർക്സ് എഴുതാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മൂലധനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ഈ 6 ഘടകങ്ങളെയും പ്രത്യേകമായി സൂക്ഷ്മമായി അപഗ്രഥിച്ച് അവയുടെ ആകത്തുകയിൽ വച്ച് മൂലധന പ്രക്രിയയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക വിപണിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാതെ മൂലധനത്തിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ട് വ്യക്താവില്ല. വേജ് ലേബറുമായുള്ള അതിൻ്റെ വിനിമയങ്ങൾ എന്തെന്ന് നോക്കണം. ഇങ്ങനെ ഓരോ ഘടകത്തെയും സൂക്ഷ്മമായിട്ട് നോക്കുക, ഒപ്പം തന്നെ അവ ആകമാനം ചേർന്നുണ്ടാകുന്ന വിപുലമായ ഒരു ആകത്തുക എന്തെന്ന് സിദ്ധാന്തവൽക്കരിക്കുക. ഇങ്ങനെ ഒരു ഭാഗത്ത് എംപിരിക്കൽ ഡീറ്റെയിൽസ്, പ്രമാണനിഷ്ഠമെന്നോ അനുഭവനിഷ്ഠമെന്നോ പറയാവുന്ന വിശദാംശങ്ങൾ ആകാവുന്നത്ര ശേഖരിക്കുകയും അവയെ മുൻനിർത്തി സമകാലിക യാഥാർത്ഥ്യത്തെ അതിവിശദമായി വിവരിക്കുകയും ചെയ്യുക. മൂലധനത്തിൽ അത് ഗംഭീരമായിട്ട് കാണാം. ഇപ്പം മൂലധനത്തിൻ്റെ മുതലാളിത്തം എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയുടെ പൊട്ടിപ്പുറപ്പെടൽ, അതിനെക്കുറിച്ചുള്ള ഏറ്റവും നാടകീയമെന്നോ ഏറ്റവും മനോഹരമെന്നോ പറയാവുന്ന വിവരണങ്ങളൊക്കെ അതിലൊരു ഭാഗം ബെയ്സകയുടെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അതിമനോഹരമായ, ഇവിടെ സാന്ദർഭികമായിട്ട് പറയട്ടെ, മാർക്സിൻ്റെ ഭാഷ നാം കരുതുന്നത് പോലെ, സാധാരണ നമ്മൾ രാഷ്ട്രീയ ചർച്ചയുടെ ഭാഷ എന്ന് കരുതുന്നത് പോലെ ഒട്ടും വരണ്ട ഭാഷയല്ല. മാർക്സിൻ്റെ ഭാഷ അത്യന്തം കാവ്യാത്മകമാണ്. ഉംബർട്ടോ പറയുന്നുണ്ട്, ഇടിമുഴക്കം പോലെ ചരിത്രത്തിൽ മുഴങ്ങുന്നൊരു വാക്യമല്ലേ, വർക്കേഴ്സ് ഓഫ് ഓൾ ദ വേൾഡ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലോസ്റ്റ് ബട്ട് ഓൺലി ചെയിൻസ്. കവിത പോലെ ചരിത്രത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന എത്രയോ വാക്യങ്ങൾ. തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവിൻ്റെ അവസാനത്തിലൊരു വാക്യമുണ്ട്, അത് സന്ദർഭികമായി മാർക്സ് എഴുതുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ആസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ദ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം. വിജ്ഞാനത്തിൻ്റെ വൃക്ഷം പാപത്തിൻ്റെ വൃക്ഷവും കൂടി ആയിട്ടല്ലാതെ ആദത്തിൻ്റെ കാലം മുതൽ നിലനിന്നിട്ടില്ലല്ലോ. ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ട്രീ ഓഫ് സിൻ. ഇങ്ങനെ ഒരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം എഴുതുകയാണ് താൻ എന്നൊന്നും മാർക്സ് കരുതുന്നില്ല. മൂലധനം വായിച്ചു നോക്കിയറിയാം. ഡാൻഡെ, ഷേക്സ്പിയർ, മിൽട്ടൺ, ഹോമർ, ഇങ്ങനെ വൻതോതിൽ വന്നുകൊണ്ടിരിക്കും. താക്കറെ അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസ്, അക്കാലം വരെ എഴുതപ്പെട്ടതെല്ലാം മാർക്സിൽ
വന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഒരു വലിയ സിദ്ധാന്തം വിശദീകരിക്കാൻ മാർക്സ് നേരെ പോവുക ഒരുപക്ഷെ ഷൈലോക്കിനെ കുറിച്ചുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു കൊട്ടേഷനിലേക്കായിരിക്കും. ഇങ്ങനെ ഉള്ളൊരു വിചാര രീതി മാർക്സ് നിലനിർത്തിയിട്ടുണ്ട്. അത് ഏറ്റവും സമഗ്രമായി കാണുന്നത് മൂലധനത്തിലുമാണ്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. ഇന്നിപ്പോൾ വിജ്ഞാന വ്യവസ്ഥയിലെ മഹാസംഭവമായിട്ട് പലരും പറയുന്ന ഇൻ്റർ-ഡിസിപ്ലിനാരിറ്റി, പല വിഷയങ്ങളെ തമ്മിൽ കുറുകെ കടന്നു പോകുന്ന ഒരു ചർച്ചാ മണ്ഡലം വഴി യാഥാർത്ഥ്യത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുക എന്നത് വാസ്തവത്തിൽ മൂലധനത്തെയോ മാർക്സിനെയോ സംബന്ധിച്ച് ഒട്ടും അപരിചിതമായിരുന്നില്ല. മാർക്സ് ഒരേ സമയം ചരിത്രത്തിലേക്കും സാമ്പത്തിക ശാസ്ത്രത്തിലേക്കും തത്വശാസ്ത്രത്തിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ കടന്നു പോവുകയും അവ ചേർന്ന് പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മൂർത്തമായ പ്രകരണത്തിൽ വച്ച് അതിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെയുള്ള വിപുലമായൊരു ചർച്ചയുടെ വഴി തുറക്കാനുള്ള ശ്രമമാണ് മാർക്സ് മൂലധനത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നടത്തിയത്. അതിൽ വാസ്തവത്തിൽ നമ്മുടെ മുമ്പിലുള്ളത്, ഈ 4 വോള്യങ്ങളായി ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് 6 ഭാഗങ്ങളായി മാർക്സ് വിഭാവനം ചെയ്യാൻ ശ്രമിച്ച മഹാഗ്രന്ഥ പരമ്പരയുടെ 1-ാം ഭാഗവും 2ഉം 3ഉം ഭാഗങ്ങളുടെ ഭാഗികമായ ചർച്ചയും മാത്രമാണ്. ബാക്കി അദ്ദേഹത്തിന് ഭരണകൂടത്തെക്കുറിച്ചോ ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചോ വേൾഡ് മാർക്കറ്റിനെ കുറിച്ചോ താൻ എഴുതണമെന്ന് കരുതിയതിൻ്റെ കുറിപ്പുകൾ പോലും മാർക്സ് തയ്യാറാക്കുകയുണ്ടായില്ല. 1880 ഒരു പ്രസാധകൻ മാർക്സിനോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിക്കണ്ടേ? അപ്പോൾ മാർക്സ് പറഞ്ഞത്, അതിനാദ്യം അത് എഴുതണ്ടേ എന്നാണ്. എഴുതിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. എഴുതാതിരുന്നതിനൊരു കാരണം, ഒരു ഗ്രന്ഥം മാർക്സിനെ സംബന്ധിച്ച് പൂർത്തിയാകുന്നില്ല. മാർക്സിൻ്റെ രചനയെക്കുറിച്ചിട്ട് ഗ്രുൻഡ്രിസ് പിന്നീട് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത റൊസോൾഡോസ്കി പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്. ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോസസ് എന്നാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. സാന്ദർഭികമായിട്ട് ബേബിസഖാവ് മഹാഭാരതം എന്ന് പറഞ്ഞല്ലോ, അത് ഇതിനും ചേരും. മഹാഭാരതം എപ്പോഴെങ്കിലും അവസാനിച്ചൊരു പുസ്തകമല്ല. മാർക്സിൻ്റെ പുസ്തകം അവസാനിക്കില്ല. ഇപ്പം നിങ്ങൾ മൂലധനത്തിൻ്റെ ലഭ്യമായ 3 വോള്യം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫിനിഷ്ഡ് ടെക്സ്റ്റ് അല്ല. മൂലധനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ വർഗത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങുന്നു മാർക്സ്. അപ്പോഴേക്കും അത് അപൂർണമായിട്ട് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫ്രാഗ്മെൻ്ററിയായി അവസാനിച്ചു എന്നുള്ളതല്ല, മറിച്ച് തൻ്റെ കൃതികളെ നിരന്തരമായി അദ്ദേഹം പരിഷ്കരിച്ചുകൊണ്ടിരുന്നു, നവീകരിച്ചുകൊണ്ടിരുന്നു എന്നത് യാഥാർത്ഥ്യത്തെ, ഒരുപക്ഷെ ലെനിൻ മാർക്സിസത്തിന് നൽകിയ വിശദീകരണത്തെ അതിസൂക്ഷ്മമായി പ്രയോഗിക്കുകയാണ് മാർക്സ് അവിടെ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനം. ഈ സമൂർത്തത എന്ന് പറയുന്നത് നിങ്ങൾ സൈദ്ധാന്തികമായി സങ്കല്പിച്ചുണ്ടാകുന്നതല്ല. പുതിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിൽ, അതിൻ്റെ ഡാറ്റ വരുന്നെങ്കിൽ, ആ ഡാറ്റയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ലാതെ മൂർത്തതയെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയൊരു വിവരം കിട്ടിയാൽ മാർക്സ് അതുവരെ എഴുതിയതിനെ മാറ്റിവെച്ചിട്ട് ഈ പുതിയത് കൂടി ഉൾച്ചേരുന്ന പുതിയൊരു വിശകലന സമ്പ്രദായത്തിലേക്ക് കടക്കും. അതുകൊണ്ട് നിരന്തരം അകമേ പരിണമിക്കുന്ന ഒരു പ്രകൃതം കൂടി വാസ്തവത്തിൽ മൂലധനത്തിനകത്തുണ്ട് എന്ന കാര്യം കൂടി ഞാനിവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും മൂലധനത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ അതിൻ്റെ ചർച്ചാമണ്ഡലം എന്താണെന്നോ ഒക്കെ മുഴുവനായി പറയുക നമ്മുടെ ഈ സമയത്തിന് ചേരുന്ന കാര്യമല്ല. ഞാനതിൻ്റെ സാമാന്യമായ ചില കാര്യങ്ങൾ പറഞ്ഞ്, ചില പ്രാധാന്യങ്ങൾ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. എന്താണ് മൂലധനം ചെയ്യുന്നത്? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ, മാർക്സിസ്റ്റ് സാമ്പത്തിക വിശകലനത്തിൻ്റെ എന്ന് മാത്രം പറഞ്ഞ് മൂലധനത്തെ നാം ചുരുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാർക്സ് മൂലധനാളിത്തം എന്ന പ്രക്രിയയുടെ കേന്ദ്രം ആയിട്ട് മൂലധന പ്രക്രിയയെ കാണുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയെ കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും മുതലാളിത്തം എന്നത് സമ്പദ് വ്യവസ്ഥാപരം മാത്രമായൊരു സംവിധാനമാണ് എന്ന് മാർക്സ് ഒരിക്കലും കരുതിയിട്ടില്ല. അതിൻ്റെ ഇതര ഘടകങ്ങളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം സാന്ദർഭികമായി പലയിടത്തും സൂചിപ്പിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരിസ്ഥിതികതയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര തലത്തെക്കുറിച്ചുള്ള ഒക്കെ ചർച്ചകൾ സാന്ദർഭികമായിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനെ സവിശേഷമായ വിഷയങ്ങളായി എടുത്ത് ചർച്ച ചെയ്യാൻ
പഠിക്കാൻ മാർസിന് കഴിഞ്ഞിരുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂലധനം ഒരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം മാത്രമായി ചുരുക്കി കണ്ടുകൂടാത്തതാണ്. അത് മുതലാളിത്ത വ്യവസ്ഥയുടെ ഘടനാപരമായ പരിശോധനയാണ്. മുതലാളിത്ത വ്യവസ്ഥയാകട്ടെ സാമ്പത്തിക വ്യവസ്ഥയായിരിക്കെ തന്നെ അതിനപ്പുറം നാനാവിധാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂല്യസങ്കല്പങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ആചാര രീതികൾ, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിജ്ഞാന വ്യവസ്ഥകൾ, ഇതിലൊക്കെ കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. അതല്ലാതെ അതൊരു ഉൽപാദന വ്യവസ്ഥ മാത്രമല്ല. ഈ സമഗ്രതയെ നോക്കണമെന്നതായിരുന്നു മാർസിൻ്റെ വലിയ താല്പര്യം. അങ്ങനെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അതിവിപുലമായൊരു ചർച്ചാമണ്ഡലം ഉദ്ഘാടനം ചെയ്യാനായിട്ട് മാർസ് ആലോചിച്ചത്. അദ്ദേഹത്തിന് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. എങ്കിലും എന്താണ് മൂലധനത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയങ്ങൾ? ഒരുപക്ഷെ മാർസിൻ്റെ ചിന്തയുടെയും മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെയും കേന്ദ്രമായ 4-5 പ്രമേയങ്ങൾ ഇതിലുടനീളം മാർസ് പിന്തുടരുകയും അവയെ നിരന്തരം അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഞാൻ 4-5 തത്വങ്ങൾ, അതിനെക്കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന 4-5 തത്വങ്ങൾ, ഞാനായി കണ്ടെത്തിയതൊന്നുമല്ല, ധാരാളം പേർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒന്ന്, മുതലാളിത്ത വളർച്ചയുടെയും ഒപ്പം അതിൻ്റെ തകർച്ചയുടെയും അടിസ്ഥാനം മുതലാളിത്ത ഉൽപാദനമാണ്. മുതലാളിത്ത ഉൽപാദനമാണ് മുതലാളിത്തത്തെ വളർത്തുക. മുതലാളിത്ത ഉൽപാദനം തന്നെയാണ് മുതലാളിത്തത്തെ തളർത്തുക. അതുകൊണ്ട് വളർച്ചയുടെ ആധാരഹേതുവായ നിരന്തരമായി, രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, സാമ്പത്തിക ബന്ധങ്ങളെ നിരന്തരമായും വിപ്ലവപരമായും പൊളിച്ചു പണിയാൻ കഴിയുന്ന, പൊളിച്ചു പണിതുകൊണ്ടേയിരിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ ആദ്യ വ്യവസ്ഥകളിലൊന്നാണ് മുതലാളിത്തം. അത് മറ്റൊരു വ്യവസ്ഥയ്ക്കും ഈ നിലയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിരന്തരമായ ട്രാൻസ്ഫോർമേഷൻസ്, അതുവഴി നിരന്തരമായ നവീകരണം മുതലാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായി നവീകരിക്കാനും വളരാനും മുതലാളിത്തത്തിന് കഴിയുന്നത് അത് കച്ചവടത്തെ കേന്ദ്രീകരിച്ചോ വാണിജ്യ ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചോ മറ്റെന്തിനെയെങ്കിലും കേന്ദ്രീകരിച്ചോ അല്ല, മറിച്ച് ഉൽപാദനം എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഉൽപാദനമാണ് വാസ്തവത്തിൽ അതിൻ്റെ തകർച്ചയുടെ ആധാരഹേതുവായിരിക്കുക. ആ ആധാരഹേതു എവിടെ എത്തി എന്നതിൻ്റെ ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് പാരിസ്ഥിതിക വിനാശം എന്നത്. പാരിസ്ഥിതിക നാശം കാരണം മുതലാളിത്തം ഇന്ന് അടിസ്ഥാന പ്രകൃതി വിഭവങ്ങളെ അപ്പാടെ കുത്തിക്കവർന്ന് അത് മൂലധന സമാഹരണത്തിൻ്റെ ലാഭത്തിൻ്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റിക്കഴിഞ്ഞ കാലമാണ്. 67 മൂലധനത്തിൻ്റെ 1-ാം വാള്യത്തിൽ മാർക്സ് പറയുന്നൊരു കാര്യം, മുതലാളിത്ത കൃഷി തൊഴിലാളിയുടെ അധ്വാനത്തെ മാത്രമല്ല, എല്ലാ വിഭവങ്ങളുടെയും അടിസ്ഥാന സ്രോതസ്സായ പ്രകൃതിയെയും അടിതൊരന്നില്ലാതാക്കുന്നു. എല്ലാ വിഭവങ്ങളുടെയും അടിസ്ഥാന സ്രോതസ്സായ പ്രകൃതിയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് മുതലാളിത്തം മുന്നേറുക. മുതലാളിത്ത കൃഷിയെക്കുറിച്ചാണ് മാർക്സ് പറയുന്നത്. ഇന്ന് 1.5 നൂറ്റാണ്ടിനിപ്പുറം നോക്കുമ്പോൾ അത് മുതലാളിത്ത കൃഷി മാത്രമായിട്ടല്ല, നമ്മുടെ സമസ്ത വിഭവ സ്രോതസ്സുകളെയും കുത്തിക്കവർന്നില്ലാതാക്കിക്കൊണ്ട് മുതലാളിത്തം മുമ്പോട്ട് പോയി ഒരുപക്ഷെ കാലാവസ്ഥയുടെ ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ തകർച്ചയുടെ ആധാരമായി അത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉൽപാദന കേന്ദ്രിതമായ ഒന്നാണ് ഇത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഉൽപാദനത്തെ മുൻനിർത്തി ലാഭത്തെ ഉണ്ടാക്കുകയും, ലാഭമെന്നത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നുള്ള ലാഭമല്ല, നിങ്ങളുടെ ആർഭാടങ്ങളിൽ നിന്നുള്ള ലാഭമാണ് എന്ന് വരുത്തുകയും ചെയ്യുന്നതിൽ മുതലാളിത്തം നേടിയ വിജയമുണ്ട്. റെയ്മണ്ട് വില്യംസ് അതുകൊണ്ടാണ് പറയുന്നത്, മുതലാളിത്തത്തിന് ഒരു കലാരൂപമേ ഉള്ളൂ, അത് പരസ്യമാണ് എന്ന് പറയുന്നത്. മുതലാളിത്തത്തിൻ്റെ യഥാർത്ഥ കലാരൂപം എന്താണെന്ന് വെച്ചാൽ പരസ്യമാണ്, ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. കാരണം മുതലാളിത്തത്തിൽ പരസ്യം എന്താ ചെയ്യുന്നത്? ആർഭാടങ്ങളെ, അനാവശ്യങ്ങളെ ആവശ്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് പരസ്യത്തിൻ്റെ ഒരടിസ്ഥാന കാര്യം. നിങ്ങൾക്ക് ധരിക്കാൻ ഒരു ഷർട്ട് വേണമെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇന്ന ബ്രാൻഡുള്ള ഷർട്ട് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ കേമത്തം വരും എന്ന് പരസ്യം കണ്ട് 200 രൂപയ്ക്ക് വാങ്ങാവുന്നൊരു ഷർട്ട് 2000 രൂപ കൊടുത്ത് വാങ്ങിയിട്ടിട്ട് ഞാനൊരു കേമനാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതിൻ്റെ പേരാണ് പരസ്യം.
നമ്മളൊക്കെ ആ പരിശീലനത്തിൽ വേണ്ടത്ര വിജയം നേടിയ ആളുകളാണ് എന്ന് ഓർക്കാവുന്നതാണ്. അതെ, മാർക്സ് ചോദിച്ച മാർക്സിന്റെ അടിസ്ഥാന പോയിന്റ്, മൂലധനത്തിന്റെ കേന്ദ്ര വിഷയം എന്താണ്? ഉപയോഗമൂല്യവും വിനിമയമൂല്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ചരക്ക് എന്താണ്? ചരക്ക്, ഒരു വസ്തു ചരക്കായിത്തീരുന്നത് ഉപയോഗമൂല്യത്തിനപ്പുറം ഉപയോഗമൂല്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിനിമയമൂല്യം അതിന് വരുന്നു. അതോടെ അത് കമ്മോഡിറ്റി ആയിത്തീരും. ഈ ചരക്കുകളുടെ ബന്ധമായി ലോകത്തെ മാറ്റി എന്നതാണ് മുതലാളിത്തം ചെയ്യുന്നൊരു കാര്യം. പണ്ട് വിജയമാഷ് പറയുന്നൊരു കാര്യമുണ്ട്, ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്താണ് തെളിവ്? ഒരു തെളിവുമില്ല, ഒരു തെളിവും വേണ്ട വാസ്തവത്തിൽ. പക്ഷെ മുതലാളിത്തം ചോദ്യം ചോദിക്കും, മുതലാളിത്തം അതിന് ഉത്തരം പറയുകയും ചെയ്യും. ആ ഉത്തരം ഈ ടാൽക്കം പൗഡർ വാങ്ങൂ എന്നാണ്, ഈ സോപ്പ് വാങ്ങൂ എന്നാണ്, ഈ വസ്ത്രം വാങ്ങൂ എന്നാണ്. അങ്ങനെ നിങ്ങൾ ചിലത് വാങ്ങി തെളിയിക്കേണ്ട ഒന്നായിട്ട് ഒരു അനുഭവ മൂല്യത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞിടത്താണ് മുതലാളിത്തം എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഉപയോഗമൂല്യങ്ങളല്ല, വിനിമയ മൂല്യങ്ങൾ. മനുഷ്യബന്ധങ്ങളെ മുഴുവൻ വിനിമയ മൂല്യങ്ങളാക്കി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ പ്രസിദ്ധമായ വാക്യാണ്, മാനുഷികമായ മുഴുവൻ ബന്ധങ്ങളെയും മൂല്യങ്ങളെയും അണാപ്പൈ ബന്ധങ്ങളാക്കി മാറ്റി. ഈ അണാപ്പൈ ബന്ധങ്ങളാക്കി എങ്ങനെ മുതലാളിത്തം യാഥാർത്ഥ്യത്തെ പരിവർത്തനപ്പെടുത്തുന്നു എന്നതിൻ്റെ അതിസമഗ്രമായ വിശദീകരണമാണ് വാസ്തവത്തിൽ മൂലധനത്തിൽ നാം കാണുന്നത്. അതിൻ്റെ കേന്ദ്രമാണ് ഉൽപാദനം എന്നത്. രണ്ടാമത്തത്, സാമ്പത്തിക ബന്ധങ്ങളെ നിരന്തരമായും വിപ്ലവകരമായും പൊളിച്ചു പണിതുകൊണ്ട് മുന്നേറുന്ന ആദ്യ ലോക വ്യവസ്ഥയാണ് മുതലാളിത്തം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവനാശത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മൂന്നാമത്, തൊഴിൽ രഹിതരുടെ ഒരു റിസർവ് ആർമിയെ മുതലാളിത്തം എപ്പോഴും നിലനിർത്തും. മുതലാളിത്തത്തിന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയില്ല. തൊഴിലില്ലാത്തവരുടെ ഒരു വമ്പിച്ച സൈന്യത്തെ അതെപ്പോഴും നിലനിർത്തും. 4, കുത്തകകളിലേക്ക് സമ്പത്ത് കേന്ദ്രീകരിക്കാനുള്ള നിരന്തരവും അതിശക്തവുമായ പ്രവണത മുതലാളിത്തത്തിനുള്ളിലുണ്ടാവും. കുത്തകകളിലേക്ക്, ഇതൊക്കെ വളരെ മുമ്പ് എഴുതുന്ന കാര്യമാണ്. അന്ന് നാം ഈ കാണുന്ന ലോക കുത്തകകളൊന്നുമില്ല. ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികളൊക്കെ ഇടിച്ച് തകർത്ത് മൂലധനം മുന്നേറുമെന്ന് മാർക്സ് എഴുതുന്നത് ഗ്ലോബലൈസേഷൻ എന്നുള്ള ആശയം ഒരാളുടെ തലയിലും ഇല്ലാത്ത കാലത്താണ്. 1847 എഴുതുന്നു. അത് എല്ലാ അതിർത്തികളെയും ഉടച്ചു കളയും, വരാനിരിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും അത് തവിടുപിടിയാക്കും. മാർക്സിന്റെ അതിമനോഹരമായ കാവ്യാത്മകമായ ഒരു കൽപ്പനയുണ്ട് മാനിഫെസ്റ്റോയിൽ, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻ ടു എയർ. ഖരമായതൊക്കെ ഉരുകിത്തീരും, എല്ലാം ദ്രവിക്കും, എല്ലാം വായുവായിത്തീരും. മൂലധനം സർവ്വതിനെയും നിലം പരിശാക്കും. ഞാൻ പറയുക, 1848 മാർക്സ് എഴുതിയ ഒരൊറ്റ വാക്യത്തെയാണ് ഒരുപക്ഷെ പിന്നീട് മോഡേണിസ്റ്റ് കവിതയുടെ ബൈബിളായി നാം ഇന്ന് കാണുന്ന വേസ്റ്റ് ലാൻഡിൽ T.S. എലിയറ്റ് വിശദീകരിച്ചത്. വേസ്റ്റ് ലാൻഡിൽ പറയുന്നു, തിങ്സ് ഫോൾ അപ്പാർട്ട്, സർവ്വതും നിലം പൊത്തുന്നു, സർവ്വതും നിലം പൊത്തുന്നു, സർവ്വതും നിലം പൊത്തും എന്ന് തന്നെയാണ്. മൂലധനം എല്ലാറ്റിനെയും തവിടുപൊടിയാക്കും. നിങ്ങളുടെ മഹത്തായ ദേശീയ മൂല്യങ്ങൾ, ജീവിതകാലം കൊണ്ട് പടുത്തുയർത്തിയ വിശ്വാസക്രമങ്ങൾ സർവ്വതിനെയും നിലം പരിശാക്കി. വ്യവസായം നേരത്തെ ഉദ്ധരിച്ച വാക്യത്തിൽ പറഞ്ഞതുപോലെ 300% ലാഭം കിട്ടുമെങ്കിൽ അതിൻ്റെ ഉടമയെയും മൂലധനം തൂക്കിലേറ്റും. അങ്ങനെ മനോഹരായ മറ്റൊരു വാക്യം കൂടിയുണ്ട് കേട്ടോ. മാർക്സ് ഒരിക്കൽ എഴുതുന്ന ഒരു കത്തിൽ പറയുന്ന വാക്യമാണ്, ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ. നിഴലിനെ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, തണല് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുതലാളിത്തം മരം വെട്ടി വിൽക്കും. ക്യാപിറ്റലിസം വിൽ കട്ട് ഡൗൺ ദ ട്രീ ഇഫ് ഇറ്റ് കാൺ സെൽ ദ ഷാഡോ. വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വെട്ടിവിൽക്കും. നിഴല്, തണല് വിൽക്കാൻ പറ്റുമെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം ഉണ്ടാവും. ഇന്ന് ലോകത്ത് മുതലാളിത്തം നടത്തുന്ന, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ കുറെ കാലം മുമ്പാണ്. അപ്പോൾ അതിലുള്ള ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ CFC എന്നാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഇല്ല. ഓസോൺ പാളിയിലെ ക്ഷയത്തിന് എന്താ പറയുക, കാരണമാകുന്ന CFCയിൽ നിന്ന് മുക്തമാണ് എന്നത് ഒരു പരസ്യവാചകമാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ, എല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ്, എല്ലാം എക്കോ ഫ്രണ്ട്ലി ആവുന്നു.
എക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത് ഒരു ജനതയുടെ അവബോധത്തെ സ്പർശിച്ചു തുടങ്ങിയാൽ ഉടനെ തന്നെ അതൊരു കച്ചവട മൂല്യമാക്കാനായിട്ട് മുതലാളിത്തത്തിന് ഒരു പ്രയാസമില്ല. ഫ്രിഡ്ജിന് പണ്ടൊരു പരസ്യവാചകം ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കിൽ നിന്ന് മോചനം എന്നാണ്. വാസ്തവത്തിൽ അലക്കിനെ സംബന്ധിച്ച ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പം അലക്കാന്നുള്ളതല്ല, ആരാണ് അലക്കേണ്ടത് എന്നാണ്. എങ്ങനെ എളുപ്പം അലക്കാന്നുള്ളത് ഒരു തട്ടിപ്പ് ചോദ്യമാണ്. ഞാനെടുത്ത മുണ്ട് ഞാൻ അലക്കണമെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ആ ചോദ്യത്തെ പക്ഷെ ഫെമിനിസം, സ്ത്രീവാദം എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാറിയാൽ മൂലധനം ആ മുദ്രാവാക്യത്തെ സ്വാംശീകരിച്ച് അപ്രോപ്രിയേറ്റ് ചെയ്ത് അത് കച്ചവടത്തിൻ്റെ മറ്റൊരു മുദ്രാവാക്യമാക്കി മാറ്റും. അതുകൊണ്ട് ഏത് പുതിയ മൂല്യം വന്നാലും മൂലധനം അത് വിപണിയിലെത്തിക്കും. ഇത് മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വിപണിയിൽ കേന്ദ്രീകരിക്കുന്ന, അന്തിമമായി കുത്തകളിലേക്ക് കൂടുതൽ കൂടുതൽ ഉന്മുഖമായി തീരുന്ന ഒന്നായി ലോക സമ്പദ് വ്യവസ്ഥ മാറും. ഇന്ന് നമുക്കതറിയാം. പിക്കറ്റിയുടെ മൂലധനത്തെക്കുറിച്ച് ബേബിസഹയോട് പറയുണ്ടായി. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ അതിസമ്പന്നരായ 10 കുത്തകകളുടെ കയ്യിൽ ഏതാണ്ട് 140-ലധികം രാഷ്ട്രങ്ങളെക്കാൾ വലിയ സമ്പത്ത് എത്തിക്കഴിഞ്ഞു. ലോകത്താകെ ഏതാണ്ട് 190-200 രാജ്യങ്ങൾ. അതിലേതാണ്ട് 150ഓളം വരുന്ന രാജ്യങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ഇന്ന് 10 കുത്തകകളുടെ കയ്യിലുണ്ട്. മാർക്സ് എഴുതുന്ന കാലത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചുകൂടാ. മാർക്സ് എഴുതുന്ന കാലത്ത് കുത്തകകൾ എന്ന് പറയുന്നത് തന്നെ രൂപപ്പെട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ മാർക്സ് മൂലധനത്തിൽ കൃത്യമായി സൂചിപ്പിച്ച ഒരു തത്വം ഈ കുത്തകളിലേക്കുള്ള അതിഭീമമായ കേന്ദ്രീകരണം വരാനിരിക്കുന്നു എന്നാണ്. അവസാനമായി 5-മത്തെ ഒരു തത്വം നിരന്തരമായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ. നിരന്തരമായ പ്രതിസന്ധികളിലൂടെയാണ് മുതലാളിത്തം കടന്നു പോവുക. വാസ്തവത്തിൽ മൂലധനം എന്ന ഗ്രന്ഥം ഈ 5 തത്വങ്ങളെ ഉടനീളം പിന്തുടർന്ന് ചെന്ന് എന്തുകൊണ്ട് ഇവ സംഭവിക്കുന്നു എന്ന് ആലോചിക്കുകയും അതിനെ വിശദീകരിക്കുകയും അതുവഴി മുതലാളിത്തത്തിൻ്റെ ഘടനാപരമായ ഒരു സൂക്ഷ്മാവഗ്രഥനമായി മാറുകയുമാണ് ചെയ്തത്. ഈ ഘടനാപരമായ മുതലാളിത്ത വിശകലനത്തിൻ്റെ കാര്യത്തിൽ മാർക്സിനോളം വിജയിച്ച മറ്റൊരു പരിശോധനാ രീതിയും ഇല്ല എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് 2008 എത്തുമ്പോൾ മൂലധനം വായിച്ചു നോക്കണം എന്ന് നിർദ്ദേശിക്കേണ്ടി വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ മുതലാളിത്തം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് തന്നെ തിരിയാതെ വരികയും അവരത് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും മൂലധനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. ഇതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് മാർക്സ് മുതലാളിത്തത്തെ മൂലധനം എന്ന സമ്പദ് വ്യവസ്ഥ മാത്രമായി ഒരിക്കലും ചുരുക്കി കണ്ടില്ല. അതിൻ്റെ എല്ലാ ഘടകങ്ങളും ചേർന്നുണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ സമഗ്രതയിലേക്കാണ് മാർക്സ് നോക്കിയത്. അതുകൊണ്ട് മാർക്സിൻ്റെ എക്കണോമിക്സ് അത്ര നല്ല എക്കണോമിക്സ് അല്ല എന്ന് എക്കണോമിസ്റ്റുകൾ പറയും. അതിനൊരു കാരണമുണ്ട്. കാരണം എക്കണോമിക്സിനെ ശുദ്ധമായൊരു സാമ്പത്തിക പ്രക്രിയ മാത്രമായിട്ട് മാർക്സ് കണ്ടിട്ടില്ല. രാഷ്ട്രീയ പ്രക്രിയകൾക്കും ചരിത്രത്തിനും തത്വവിചാരത്തിനും മനുഷ്യരുടെ അനുഭവ പ്രക്രിയകൾക്കും പുറത്ത് കേവലമായൊരു സാമ്പത്തിക സംവർഗങ്ങൾ നിലനിൽക്കില്ല എന്നുകൂടി മാർക്സിൻ്റെ ആലോചനയിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പിന്നാലെ കുറച്ചുകൂടി പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മുതലാളിത്ത പുരോഗതിയുടെയും തകർച്ചയുടെയും അടിസ്ഥാനം ഉൽപാദനമാണ് എന്ന തത്വവും സാമ്പത്തിക ബന്ധങ്ങളെ നിരന്തരം പൊളിച്ചു പണിത് വിപ്ലവകരമായി നവീകരിക്കാനുള്ള മുതലാളിത്തത്തിൻ്റെ ശേഷിയെക്കുറിച്ചുള്ള വിശദീകരണവും തൊഴിൽ രഹിതരുടെ ഒരു വമ്പിച്ച സൈന്യത്തെ അതെപ്പോഴും നിലനിർത്തുമെന്ന കണ്ടെത്തലും കുത്തകവൽക്കരണത്തിൻ്റെ നിരന്തരമായ ഒരു ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ മുതലാളിത്തത്തിനുണ്ടാവുമെന്ന കാര്യവും അതോടൊപ്പം അവസാനിക്കാത്ത പ്രതിസന്ധികളിലൂടെയാകും മുതലാളിത്തം വികസിക്കുക എന്ന വിശദീകരണവും മാർക്സ് മൂലധനത്തിൻ്റെ ആധാര തത്വങ്ങളായി നിർദ്ദേശിക്കുകയും ഒരുപക്ഷെ ഈ ആധാര തത്വങ്ങളെ അദ്ദേഹം നിരന്തരമായി തൻ്റെ വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്തു. ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. മൂലധനം എന്ന കൃതി വാസ്തവത്തിൽ മൂലധനത്തിൻ്റെ ചരിത്രപരമായ പരിശോധനയാണ്. അതൊരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമല്ല, കേവല സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമല്ല. കാരണം മൂലധനത്തെ മാർക്സ് ചരിത്രത്തിന് പുറത്തു വെച്ച് ഒരു എക്കണോമിക് കാറ്റഗറിയായി പരിഗണിക്കുകയല്ല ചെയ്തത്. ഒരു ചരിത്ര ബന്ധമായി ഇതെങ്ങനെ നിലനിൽക്കുന്നു, ചരക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓരോ ചരിത്രഘട്ടത്തിലും ഓരോ രൂപത്തിലായി തീർന്നത്, അതിൻ്റെ കാതൽ എന്താണ്,
ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആധുനിക വിജ്ഞാന വ്യവസ്ഥകൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തെ പല പല വിഷയമേഖലകളായി തിരിക്കുക, ഓരോന്നിനെയും അതാതിൻ്റെ മാത്രം മണ്ഡലത്തിൽ വെച്ച് പഠിക്കുക. അങ്ങനെ യാഥാർത്ഥ്യത്തെ സവിശേഷ വിജ്ഞാന വ്യവസ്ഥകളിലേക്ക് വകതിരിച്ച് മാറ്റി പഠിച്ച ആധുനിക ജ്ഞാന വ്യവസ്ഥ, അതിനെയാണ് നമ്മൾ ഡിസിപ്ലിനാരിറ്റി, ജ്ഞാനവിഷയങ്ങൾ, ജ്ഞാനശാഖകൾ എന്നൊക്കെ പറയുന്നത്. ഈ ഡിസിപ്ലിനാരിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടല്ല മാർക്സ് മൂലധനം എഴുതിയത്. മൂലധനം ഒരു സാമ്പത്തിക വിശകലനമായിരിക്കെ തന്നെ അത് രാഷ്ട്രമീമാംസയുടെയും അത് ചരിത്രത്തിൻ്റെയും അത് തത്വവിചാരത്തിൻ്റെയും സാഹിത്യ പഠനങ്ങളുടെയും മനുഷ്യാനുഭവങ്ങളുടെയും ഒക്കെ വലിയ ലോകങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു വിശകലന സമീപനത്തെ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിജ്ഞാന ചരിത്രത്തിലെ ഒരു വിച്ഛേദം കൂടി വാസ്തവത്തിൽ മൂലധനം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ നാം ഇന്ന് അന്തർവൈജ്ഞാനികത എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് മൂലധനം മുതലുള്ള മാർക്സിൻ്റെ കൃതികളിൽ വളരെ സമഗ്രമായി കാണാം എന്നുകൂടി ഇവിടെ ഓർക്കണം. മാർക്സ് ഈ കൃതിയിൽ മറ്റു ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഒരുപക്ഷെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, മൂലധനം മുതലാളിത്തവും നിരന്തരം നവീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുതലാളിത്തം എന്ന വ്യവസ്ഥ സ്വയം പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ സ്ട്രാറ്റജി എന്താണ്? അത് മാർക്സിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയമാണ്. രണ്ട്, പ്രീ ക്യാപിറ്റലിസ്റ്റ് റിലേഷൻസ് എന്ന് പറയാവുന്നവയിൽ മുതലാളിത്ത പൂർവ്വ ബന്ധങ്ങളിൽ നിന്ന് മുതലാളിത്തം ഉയർന്നു വന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം. മുതലാളിത്തത്തിൻ്റെ ഈ നിലയിലുള്ള രൂപീകരണത്തിൻ്റെയും വളർച്ചയുടെയും പിന്നാലെയുള്ള നാശത്തിൻ്റെയും ആന്തരിക ബലങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം. ഒരുപക്ഷെ ഏറ്റവും പരമപ്രധാനമായത് മുതലാളിത്തത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസസ്, അതിൻ്റെ ബാഹ്യ പ്രതല സ്വഭാവങ്ങൾ, ആ പ്രതല സ്വഭാവം അതിൻ്റെ യാഥാർത്ഥ്യത്തെ എങ്ങനെ മറച്ചു വയ്ക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അനുഭവ ലോകമെന്ന് പറയുന്നതിൻ്റെ പിന്നാമ്പുറത്തുള്ള ഡൈനാമിക്സ് എന്താണ്? മുതലാളിത്തം നമുക്ക് അനുഭവവേദ്യമാകുന്നത് തന്നെയാണോ മുതലാളിത്തം? മുതലാളിത്തം എന്ന വ്യവസ്ഥയുടെ പ്രത്യക്ഷമായ പ്രതല പ്രകൃതി തന്നെയാണോ മുതലാളിത്തത്തിൻ്റെ സൂക്ഷ്മ യാഥാർത്ഥ്യം, ഘടനാപരമായ അതിൻ്റെ യാഥാർത്ഥ്യം? ഈ ചോദ്യം മാർക്സ് വളരെ ആഴത്തിൽ ഉന്നയിക്കുകയും ഇവ തമ്മിലുള്ള ബന്ധത്തെയും അകലത്തെയും വളരെ സമഗ്രമായി പ്രതിപാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഒരുപക്ഷെ മൂലധനത്തെ വളരെ സവിശേഷമാക്കുന്ന ഒരു കാര്യം. ഈ നിലയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് അമൂർത്ത വിശകലനത്തെയും മറുഭാഗത്ത് സമൂർത്തമായ വിവരണങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് എംപരിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന പ്രമാണനിഷ്ഠമായ വസ്തുതാപരമായ തെളിവുകളുടെ ഒരു മഹാശേഖരത്തെ ഒരു ഭാഗത്ത് നിലനിർത്തിക്കൊണ്ട് ആ തെളിവുകളെ കൂട്ടിയിണക്കി സിദ്ധാന്തവൽക്കരണം നിരന്തരമായി നടത്തിക്കൊണ്ട് പുതിയ തെളിവുകൾ കൈവരുമ്പോൾ അതിനനുസരിച്ച് സിദ്ധാന്തവൽക്കരണത്തെ നിരന്തരമായി പൊളിച്ചു പണിതുകൊണ്ട് ആണ് മാർക്സിൻ്റെ വിശകലനം മുമ്പോട്ട് പോയത്. അതുകൊണ്ട് മൂലധനം വായിച്ചവർ ഒരു നിലയ്ക്കാണ് മൂലധനം വായിച്ചത് എന്ന് കരുതിക്കൂടാ കേട്ടോ. മൂലധനം വായിച്ചവരെല്ലാം ഒരേ മൂലധനമാണോ വായിച്ചത് എന്നത് വളരെ സംശയകരമാണ്. ചിലരതിൽ അത്യന്തം ഗംഭീരമായി, നാടകീയമായി, കാവ്യാത്മകമായ ഭാഷയിൽ മുതലാളിത്തത്തിൻ്റെ ഹിംസാത്മകമായ ഉദയത്തെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ചരിത്രപരമായ ഒരു രേഖപ്പെടുത്തൽ എന്ന് പറയാവുന്ന മട്ടിലുള്ള മാർക്സിൻ്റെ വിവരണങ്ങൾ വായിച്ചവരുണ്ട്. അതാണ് മൂലധനമെന്ന് ധരിച്ചാൽ നിങ്ങൾ മുതലാളിത്തത്തിൻ്റെ ഒരു വിശകലനമാണ്, മുതലാളിത്തത്തിൻ്റെ ഒരു വസ്തുതാവിവരമാണ് മൂലധനം നൽകുന്നത് എന്ന് ധരിക്കാനിടയുണ്ട്. മാർക്സ് ഈ എംപിരിക്കൽ ഡേറ്റ നിലനിർത്തുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറുഭാഗത്ത് അമൂർത്തമായ സിദ്ധാന്തവൽക്കരണങ്ങളെ അദ്ദേഹം ഉടനീളം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇത് മാർക്സിൻ്റെ തന്നെ ഒരു ഗൗരവമുള്ള പ്രശ്നമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂൻഡ്രിസയിൽ മാർക്സ് ഒരു ചോദ്യം ഉന്നയിച്ചാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് മാർക്സ് പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ഏറ്റവും ശരിയായ വഴി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും ലളിതവുമായ ഘടകങ്ങളിൽ നിന്ന് തുടങ്ങണം.
ഏറ്റവും അടിസ്ഥാനപരം, ഏറ്റവും ലളിതം, അതിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ടാണ് മൂലധനത്തിൻ്റെ ചർച്ച ചരക്കിൽ നിന്ന് ആരംഭിക്കുന്നത്. കാരണം മൂലധനം ലോകത്തെ ചരക്കുകളുടെ ഒരു കൂമ്പാരമാക്കി മാറ്റിക്കൊണ്ടാണ് മുതലാളിത്തം നിലനിൽക്കുന്നത്. ചരക്കുകളുടെ ഒരു കൂമ്പാരമാണ് മുതലാളിത്ത ലോകം. ഈ ചരക്കുകൾ എങ്ങനെ വരുന്നു? മാർക്സ് അതിൽ പറയുന്നുണ്ട്, മനുഷ്യവംശം ഇത്ര കാലം പണിപ്പെട്ടിട്ടും ഈ ചരക്കിൻ്റെ അടിസ്ഥാന പ്രകൃതം എന്ത് എന്ന് വിശദീകരിക്കുന്നതിൽ വിജയിക്കേണ്ടായില്ല. ചരക്കിൻ്റെ ഉള്ളിലെ സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ ഇതുവരെയും വേണ്ടത്ര ശരിയായി വിശദീകരിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ചരക്കിനെ വിശദീകരിച്ചു, ഏറ്റവും ലളിതമായത്, ഏറ്റവും അടിസ്ഥാനപരമായത്. അവിടെ നിന്ന് തുടങ്ങുകയും, അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളൊരു കേന്ദ്ര പ്രമേയത്തെ എടുത്താൽ ആ കേന്ദ്ര പ്രമേയത്തെ അവയെ രൂപപ്പെടുത്തുന്ന നാനാതരം ബന്ധങ്ങളിൽ നിന്നും ആ ബന്ധങ്ങളിലെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും, ഡയലക്റ്റിക്കൽ കോൺട്രഡിക്ഷൻസ് എന്ന് മാർക്സ് എഴുതുന്നു, വൈരുദ്ധ്യാത്മകമായ വിപരീതങ്ങൾ, ആ വൈരുദ്ധ്യാത്മക വിപരീതങ്ങളുടെ പ്രയോഗം എങ്ങനെയാണ് ഈ മൂർത്ത യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് തുടങ്ങണം. മുതലാളിത്തത്തിൻ്റെ സൂക്ഷ്മ കേന്ദ്രം ചരക്കാണെന്നും ഈ ചരക്കിനകത്തുള്ള വൈരുദ്ധ്യാത്മകമായ ഉള്ളടക്കം എന്ത് എന്ന് വിശദീകരിക്കാനുമാണ് മാർക്സ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ചരക്കിൽ നിന്ന് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു തുടക്കം ഞാൻ പറയുന്നത്, മാർക്സിൻ്റെ ഈ ആരംഭത്തിൽ തന്നെ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള വഴി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ സൈദ്ധാന്തികമായ ഒരു സമീപനം അടങ്ങിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ചരക്കിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറയുകയും ചരക്കിനെ ഒരു വസ്തുവായി കാണാതെ ഒരു വിപുലമായ ബന്ധരൂപമായി കാണുക, ആ ബന്ധരൂപങ്ങളാകട്ടെ തമ്മിൽ ഇണങ്ങി നിൽക്കുന്ന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നത് പോലെ തമ്മിൽ പോരടിക്കുന്ന ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ആഭ്യന്തര വൈരുദ്ധ്യം ചരക്കിനെ സംബന്ധിച്ചാണെങ്കിൽ യൂസ് വാല്യൂവും അതുപോലെ എക്സ്ചേഞ്ച് വാല്യൂവും, ഉപയോഗമൂല്യവും വിനിമയമൂല്യവും തമ്മിലുള്ള വൈരുദ്ധ്യം, ഇതെങ്ങനെയാണ് ചരക്കിൽ നിലീനമായിരിക്കുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ ഉപയോഗമൂല്യം അതിനെങ്ങനെ കൈവന്നു, പ്രയോഗമൂല്യം, വിനിമയമൂല്യം എങ്ങനെ കൈവന്നു, ഉപയോഗമൂല്യത്തിൻ്റെ ആധാരഹേതുക്കൾ എന്താണ്, അവയെ മറച്ചു വെച്ചുകൊണ്ട് അവയ്ക്ക് മുകളിൽ വിനിമയമൂല്യം എങ്ങനെയാണ് മേൽക്കൈ നേടുകയും ചരക്കിൻ്റെ സ്വഭാവ നിർവചനം വിനിമയമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലായി മാറുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മാർക്സിസ്റ്റ് വിശകലന രീതിയുടെ എക്കാലത്തെയും മെച്ചപ്പെട്ട മാതൃക സംശയരഹിതമായും മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിൽ ചരക്കിനെ മാർക്സ് പരിശോധിക്കുന്ന രീതിയാണ്. ഒരു ഭൂതം പോലെ നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഒന്നിനെ, മായികമായ ഒന്നിനെ മാർക്സ് അത് ഉപയോഗിക്കുന്നുണ്ട്. കമ്മോഡിറ്റി ഫെറ്റിഷിസം ചരക്കിൻ്റെ ഒരു മായികതയാൽ വലയം ചെയ്യപ്പെട്ടു. ഇപ്പോൾ എളുപ്പം പറഞ്ഞാൽ PG പണ്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ എന്താണ് പറയുക, ഉടുപ്പിന്, തുണിക്ക് വില കൂടി എന്ന് പറയും. വാസ്തവത്തിൽ തുണിയുടെ ഉപയോഗമൂല്യം എന്താണ്? നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അത് ധരിക്കുന്നത് വഴി നമുക്ക് തണുപ്പിൽ നിന്നോ ചൂടിൽ നിന്നോ ഒക്കെ രക്ഷ കിട്ടുന്നു. ഇതാണ് തുണിയുടെ ഉപയോഗമൂല്യം. ആ ഉപയോഗമൂല്യത്തിലൊരു മാറ്റവും വന്നില്ല. മാറ്റം വന്നത് എവിടെയാണ്? ഇതുണ്ടാക്കുന്നവർ, അതിൽ നിന്ന് ലാഭമാർജിക്കുന്നവർ, അതുപയോഗിക്കുന്നവർ, ഇവർ തമ്മിലുള്ള ബന്ധത്തിലാണ് മാറ്റം വന്നത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റാണ്. അങ്ങനെ മാനുഷിക ബന്ധങ്ങളിലാണ് മാറ്റം വന്നത്. പക്ഷേ ആ മാറ്റത്തെ നാം തിരിച്ചറിയുന്നത് മാനുഷിക ബന്ധങ്ങളിലെ മാറ്റമായിട്ടല്ല, മറിച്ച് ചരക്കിലെ മാറ്റമായിട്ടാണ്. തുണിക്ക് വില കൂടി എന്നാണ് പറയാം. ഉപയോഗമൂല്യത്തിൽ നിന്ന് വിനിമയമൂല്യത്തിലേക്ക് മൊത്തം മാറിയതോടെ മനുഷ്യബന്ധങ്ങൾ, യാഥാർത്ഥ്യമെന്നത് ചരക്കുവൽക്കരിക്കപ്പെട്ട ഒന്നായി തീർന്നു. ഈ ചരക്കിൻ്റെ ലോകത്താണ് നാം ഒക്കെ ജീവിക്കുന്നത്. ഈ ചരക്കാണ് ആധുനിക ലോകത്തിൻ്റെ യാഥാർത്ഥ്യം. ഈ ചരക്കിൻ്റെ ബന്ധങ്ങൾക്കകത്ത് നാം ഒക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് നാമായി നമ്മെ തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെ അല്ല, മറിച്ച് ചരക്കുവൽക്കരിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യത്തെയാണ്. ഈ ചരക്കുവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ നമ്മുടെ യാഥാർത്ഥ്യമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. മുതലാളിത്തം ഉണ്ടാക്കുന്ന ഗാഢമായ അന്യവൽക്കരണത്തിൻ്റെ കാതൽ ഇതാണ് എന്ന് മാർക്സ് മുമ്പേ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ബേബിസാഹു പരാമർശിച്ച 1844 അദ്ദേഹത്തിൻ്റെ എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ്സിൽ ഈ വിഷയം അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അന്യവൽക്കരണം എന്നത് അക്കാലം വരെ തത്വശാസ്ത്രപരമായ ഒരു പ്രശ്നമായിരുന്നു എങ്കിൽ
മനുഷ്യൻ അവൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന്, ഉണ്മയിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് തത്വചിന്താപരമോ മതാത്മകമോ ഒക്കെ ആയൊരു പ്രശ്നമായിരുന്നു എങ്കിൽ, മാർസിനെ സംബന്ധിച്ച് അന്യവൽക്കരണം എന്നുള്ളത് അങ്ങനെ അതിഭൗതികമായൊരു പ്രശ്നമല്ല. മുതലാളിത്തമെന്ന ജീവിത വ്യവസ്ഥ ഉണ്ടാക്കുന്ന അത്യന്തം ഭൗതികമായ ഒരനുഭവമാണ് അന്യവൽക്കരണം. അങ്ങനെ അന്യവൽക്കരണത്തിൻ്റെ അതിഭൗതിക ലോകത്തിൽ നിന്ന് ഞാൻ എനിക്ക് തന്നെ അന്യനായിത്തീരുന്നു എന്നുള്ള ഒരു പ്രശ്നത്തെ അതിഭൗതികമായ ആശയമണ്ഡലങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അതിനെ മൂർത്തമായൊരു ഭൗതിക സാമ്പത്തിക ചരിത്ര പ്രശ്നമാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ മൂലധനത്തിൻ്റെ ചർച്ച മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് മാർക്സ് വിജ്ഞാന വ്യവസ്ഥയെ ബ്രേക്ക് ചെയ്തത്. നിലനിന്ന വിജ്ഞാന വ്യവസ്ഥയ്ക്ക് കുറുകെ നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ അൽത്യൂസറോടൊപ്പം ചേർന്ന് റീഡിംഗ് ക്യാപിറ്റൽ എന്ന ഗ്രന്ഥം എഴുതുന്ന ബാലിബർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയരുത്, ഫിലോസഫി ഓഫ് മാർക്സ് എന്ന് പറയണം. എന്തുകൊണ്ട് മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറയരുത്? മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നൊരു പരിമിതി, തത്വചിന്തയുടെ ചരിത്രത്തിലെ ഒരധ്യായം മാത്രമായിട്ട് മാർക്സ് മാറിപ്പോവും. വാസ്തവത്തിൽ തത്വചിന്തയുടെ ചരിത്രത്തിലെ വിച്ഛേദമാണ് മാർക്സ്. ഹെഗലിനെ പോലെ, കാന്റിനെ പോലെ, പിന്നാലെയും മുമ്പും ജീവിച്ച തത്വചിന്തകരെ പോലെ തത്വചിന്തയുടെ ചരിത്രത്തിലെ വേറെ ഒരു അധ്യായം എഴുതുകയല്ല മാർക്സ് ചെയ്തത്. തത്വചിന്ത എന്ന ജ്ഞാനശാഖയെ പൊളിച്ചു പണിയാണ്. ഈ പൊളിച്ചു പണിയൽ തെളിഞ്ഞു വരണമെങ്കിൽ ഫിലോസഫി ഓഫ് മാർക്സ് എന്ന് പറയണം. മാർക്സിസ്റ്റ് ഫിലോസഫി എന്ന് സാമാന്യമായി പറഞ്ഞു പോകരുത്. സാമാന്യമായി പറഞ്ഞു പോയാൽ അത് ഹെഗേലിയൻ ഫിലോസഫിയുടെയും പ്ലേറ്റോണിക് ഫിലോസഫിയുടെയും നാനാതരം തത്വചിന്തകളുടെയും കൂട്ടത്തിലെ ഒരു അധ്യായമായിട്ട് അവസാനിക്കും. അങ്ങനെ തത്വചിന്തയുടെ ചരിത്രത്തിൽ ഒരു അധ്യായമല്ല, തത്വചിന്തയുടെ പൊളിച്ചു പണിയലായിരുന്നു മാർക്സ്. അത് മാർക്സിന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഫെയർബാക്ക് തീസിസിലെ അവസാന വാക്യം അദ്ദേഹം എഴുതിയത്, ഫിലോസഫേഴ്സ് ഹാവ് ഓൺലി ഇന്റർപ്രറ്റഡ് ദ വേൾഡ്, ദ പ്രോബ്ലം ഈസ് ടു ചേഞ്ച് ഇറ്റ്. തത്വചിന്തകർ ലോകത്തെ വ്യാഖ്യാനിച്ചേ ഉള്ളൂ, പ്രശ്നം അതിനെ പൊളിച്ചു പണിയലാണ്, മാറ്റിത്തീർക്കലാണ്. ഈ മാറ്റിത്തീർക്കൽ അദ്ദേഹം തത്വചിന്തയുടെ ചരിത്രത്തിലും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത്, എലിയനേഷൻ എന്ന പേരിൽ 1844 പഠനക്കുറിപ്പുകളിൽ, പാരീസ് മാനുസ്ക്രിപ്റ്റ്സ് എന്നറിയപ്പെടുന്ന പഠനക്കുറിപ്പുകളിൽ മാർക്സ് അവതരിപ്പിച്ച ആശയത്തിൻ്റെ വളരെ മൂർത്തവും ഭൗതികവും ചരിത്രപരവുമായ വിശദീകരണം കൂടിയാണ് വാസ്തവത്തിൽ മൂലധനം. അൽത്യൂസറെ പോലൊരാളും പിന്നീട് പല ഘടനാവാദ മാർക്സിസ്റ്റുകളും ആദ്യകാല മാർക്സും പിൽക്കാല മാർക്സും തമ്മിൽ വലിയൊരു വിച്ഛേദമുണ്ട് എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെന്ന് കരുതുന്നവരുണ്ട് കേട്ടോ. ഞാനിതിപ്പോൾ ഏത് ശരിയെന്ന് അന്തിമമായി പറയാനല്ല. എൻ്റെ ഒരു തോന്നൽ 44-ലെ മാനിഫെസ്റ്റോയ്ക്ക് മുമ്പ് ഒരുപക്ഷെ സ്വയം വ്യക്തതയ്ക്ക് വേണ്ടി താൻ എഴുതിയ കുറിപ്പുകളിൽ മാർക്സ് അവതരിപ്പിച്ച ആശയം തന്നെയാണ്, അതിൻ്റെ സമൂർത്തമായ ഒരു വിശദീകരണം കൂടിയാണ് മൂലധനത്തിൻ്റെ 1-ാം വാള്യത്തിൽ ചരക്കുകൾ വരുന്നതോടെ മനുഷ്യബന്ധങ്ങൾക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ മാറ്റത്തെയും കമോഡിറ്റി ഫെറ്റിഷിസത്തെക്കുറിച്ചുള്ള തൻ്റെ വിശദീകരണങ്ങളിലൂടെയും മാർക്സ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുകൂടി കാണേണ്ടതാണ്. അങ്ങനെ ആലോചിച്ചാൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഈ പരിണാമ പ്രക്രിയയിൽ മാർക്സ് കൈവിടാത്ത ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന കാര്യം കൂടി നാം അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തുടങ്ങുക, ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി വൈരുദ്ധ്യാത്മകമായി യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുക. ഒരു അടിസ്ഥാന യാഥാർത്ഥ്യത്തിൻ്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് ഒന്നിലേക്ക് മുന്നേറുക. മൂലധനത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ കാണാം. ആദ്യം ചരക്കിൽ നിന്ന് തുടങ്ങും. ചരക്കിൽ നിന്ന് തുടങ്ങുന്ന ചർച്ച പടിപടിയായി പണം, പിന്നാലെ മൂലധനം, തൊഴിലില്ലാപ്പട, മൂലധനത്തിൻ്റെ ചംക്രമണം, വായ്പാ സംവിധാനങ്ങൾ, മുതലാളിത്ത പ്രതിസന്ധികൾ, മൂലധനത്തിൻ്റെ കുത്തകവൽക്കരണം. ഇത് പ്രമേയപരമായി ഒന്നിനു പുറകെ ഒന്നായിട്ട് വരിക മാത്രമല്ല, ഒരു സൂക്ഷ്മകേന്ദ്രത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യം വിശദീകരിക്കുക വഴി മറ്റൊരു യാഥാർത്ഥ്യം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നതെന്ന് പറയുകയും അതിൽ ഈ വൈരുദ്ധ്യം എങ്ങനെ തുടരുന്നു എന്ന് വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഘടകത്തിൻ്റെയും വിശദീകരണം അതിൽ നിലീനമായ വൈരുദ്ധ്യാത്മകതയെ മുൻനിർത്തി നടത്തുന്നു. പിന്നാലെ കൂടുതൽ സങ്കീർണമായ മറ്റൊരു വൈരുദ്ധ്യാത്മക സംഗ്രഹത്തിലേക്ക് അത് വികസിക്കുകയും ചെയ്യുന്നു. ചരക്കിനെക്കുറിച്ചുള്ള ചർച്ച പണത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോകുന്നു. പണത്തെക്കുറിച്ചുള്ള ചർച്ച മൂലധനം എന്ന ആശയത്തിലേക്ക് എത്തുന്നു.
അവിടെ നിന്ന് തൊഴിലില്ലാപ്പട എന്നതിലേക്ക് വരുന്നു. പടിപടിയായി ഇങ്ങനെ വൈരുദ്ധ്യാത്മകമായി വികസിക്കുന്ന ഒരു വിശകലന ക്രമവും വാസ്തവത്തിൽ മൂലധനത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നത് നമുക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ ഈ 3 ഭാഗങ്ങളിലെ വിശകലനത്തിന് തമ്മിൽ ഉള്ള ഒരു തുടർച്ചയ്ക്ക് പുറമേ കാണുന്നതിനപ്പുറം ചില പ്രാധാന്യങ്ങളുണ്ട്. 1-ാം വോള്യത്തിൽ മുഖ്യമായിട്ടും മുതലാളിത്ത ഉൽപ്പാദനം എങ്ങനെ നടക്കുന്നുവെന്നും അതെങ്ങനെയാണ് സ്വയം വികസിക്കുന്നതെന്നും മിച്ചമൂല്യത്തിൻ്റെ സമാഹരണം വഴി എങ്ങനെയാണ് മുതലാളിത്തം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഒരുപക്ഷെ മുതലാളിത്ത ഉൽപ്പാദന വ്യവസ്ഥയുടെ മുകളിൽ മൂലധനം സമ്പൂർണമായി പിടിമുറുക്കം നേടുന്നത് എങ്ങനെയെന്നുമാണ് മാർക്സ് ചർച്ച ചെയ്യുന്നത്. പൊതുവിലുള്ള മൂലധനം, മാർക്സിൻ്റെ ഭാഷയിൽ ക്യാപിറ്റൽ ഇൻ ജനറൽ, പൊതുവായ മൂലധനം. 2-ാമത്തെ വോള്യത്തിലേക്ക് എത്തുമ്പോൾ ഈ പൊതുവായ മൂലധനത്തിൻ്റെ പ്രക്രിയയിൽ നിന്ന് മാറി അതിൻ്റെ തുടർച്ചയിൽ ഈ മൂലധനത്തിൻ്റെ വിനിമയ രീതി, മൂലധന ചംക്രമണം എന്ന് നാം പറയുന്ന സർക്കുലേഷൻ ഓഫ് ദ ക്യാപിറ്റൽ, ഇതെങ്ങനെയാണ് മുതലാളിത്തത്തിനകത്ത് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക്, അതിൻ്റെ ചർച്ചയിലേക്ക്, അതിൻ്റെ പ്രക്രിയാപരമായ പ്രകൃതത്തിലേക്ക് ചർച്ച നീങ്ങുന്നുണ്ട്. 3-ാമത്തെ വോള്യത്തിൽ ഒരുപക്ഷെ നാം കാണുന്നത് ഈ ക്യാപിറ്റൽ ഇൻ ജനറൽ, പൊതുവായ മൂലധനം എന്നത് മൂലധനത്തിൻ്റെ ഭിന്ന രൂപങ്ങളായി പിരിയുന്നതും, മൂലധനത്തിൻ്റെ ഭിന്ന രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പം ലാഭം എന്ന് പറയുന്ന ഒന്നാണ്, പലിശ എന്ന് പറയുന്ന വേറൊന്നാണ്, തറപ്പാട്ടം എന്ന് പറയുന്നത് വേറൊന്നാണ്. ഇങ്ങനെ ഭിന്ന രൂപങ്ങളിൽ മൂലധനം പിരിയുന്നതും ഈ ഭിന്ന രൂപങ്ങളിലേക്ക് പിരിയുന്ന മൂലധനത്തെ കൈയടക്കാൻ വേണ്ടി മുതലാളിത്തത്തിനകത്ത് ഉയർന്നു വരുന്ന മാർക്സ് പറയുന്ന ഇന്റർ ക്യാപിറ്റലിസ്റ്റ് കോമ്പറ്റീഷൻ, മുതലാളിത്തത്തിനകമേ അരങ്ങേറുന്ന മത്സരങ്ങൾ, അത് മുതലാളിത്തത്തിൻ്റെ പ്രകൃതത്തെ, പ്രത്യേകിച്ച് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമാണ് ഒരുപക്ഷെ അവസാനത്തെ ചർച്ചയുടെ കേന്ദ്രം. ഞാൻ പറഞ്ഞു വന്നത് ക്യാപിറ്റൽ ഇൻ ജനറൽ എന്നതിൽ തുടങ്ങി മാർക്സ് ക്യാപിറ്റൽ ഇൻ പർട്ടിക്കുലറിലേക്ക് എത്തുന്നു, അതിൻ്റെ ഭിന്ന രൂപങ്ങളിലേക്ക് എത്തുന്നു. ഈ ഭിന്ന രൂപങ്ങളിലേക്ക് എത്തുമ്പോൾ സുപ്രധാനമായ ഘടകമായിട്ട് മാർക്കറ്റ് മാറുകയും മാർക്കറ്റ് മൂലധനത്തെ തിരിച്ചെങ്ങനെ പിടിക്കുന്നു, മൂലധനം എങ്ങനെ മാർക്കറ്റ് ആവുന്നു എന്ന് മാത്രമല്ല മാർക്കറ്റ് മൂലധനത്തെ തിരിച്ചെങ്ങനെ ക്രമീകരിക്കുന്നു എന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ആലോചനകൾ ചെന്നെത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പടിപടിയായി അമൂർത്തമായ വിശകലനം വികസിച്ചു വരുന്നത്, അതിൻ്റെ വൈരുദ്ധ്യാത്മകതയെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് വികസിച്ചു വരുന്നത് നമുക്ക് മൂലധനത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ മൂലധനത്തിൽ ഉടനീളം മാർക്സിൻ്റെ സാമ്പത്തിക സംവർഗങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതിനപ്പുറം അത് പരിണമിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മിച്ചമൂല്യം എന്നത് ക്യാപിറ്റൽ ഇൻ ജനറൽ എന്നതിനെ മുൻനിർത്തി ചർച്ച തുടങ്ങുന്നെങ്കിലും അത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാഭവും പലിശയും പാട്ടവും ഒക്കെയായി അതിൻ്റെ ഭിന്ന രൂപങ്ങളിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. 1-ാം വോള്യത്തിൽ, മൂലധനത്തിൻ്റെ 1-ാം വോള്യത്തിൽ മൂല്യം അഥവാ വാല്യൂ എന്ന സങ്കല്പനം ഉൽപാദനത്തിൻ്റെ വിലയുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച മുഖ്യമായിട്ട് നടക്കുന്നതെങ്കിൽ പ്രൈസ് വാല്യൂ റിലേഷൻ, മൂല്യവും വിലയും ആണ് 1-ാം വോള്യത്തിലെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ 3-ാം വോള്യത്തിലെത്തുമ്പോൾ അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു സാമ്പത്തിക സമ്പർക്കത്തെ നമ്മുടെ പരമ്പരാഗത തത്വചിന്തയിലും പരമ്പരാഗത സാമൂഹ്യ ശാസ്ത്രത്തിലും പലപ്പോഴും കാണുന്നത് പോലെ നിശ്ചലമായ ഒരു കേവലമായ സമ്പർക്കമായി മാർക്സ് കാണുന്നില്ല. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലാഭം എന്ന് പറഞ്ഞാൽ അതൊരു കേവല സങ്കല്പമല്ല, മൂല്യം എന്ന് പറഞ്ഞാൽ കേവല സങ്കല്പമല്ല. ചരിത്രബന്ധങ്ങൾക്കകത്തെന്താണ് ലാഭം, ചരിത്രബന്ധങ്ങൾക്കകത്തെങ്ങനെയാണ് മൂല്യം നിലനിൽക്കുക, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ കോൺക്രീറ്റ്നെസ്, ചരിത്രപരമായൊരു മൂർത്തതയ്ക്കുള്ളിൽ ലാഭത്തിൻ്റെ പ്രകൃതം എന്താണ്, അല്ലാതെ ലാഭത്തെ ഒരു കേവല സമ്പർക്കമാക്കി അതിൻ്റെ പോക്കും വരവും ചർച്ച ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഔപചാരിക യുക്തിയെ മാർക്സ് മൂലധനത്തിൽ പിൻപറ്റുന്നില്ല. ഞാൻ പറയുന്നത് മാർക്സിനെ സംബന്ധിച്ച് സംവർഗങ്ങൾ എന്നത് പ്രക്രിയകൾ ഊറിക്കൂടി ഉണ്ടാകുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്, അല്ലാതെ കേവല വസ്തുതകൾ അല്ല. മാർക്സിസ്റ്റ് അനാലിസിസിൻ്റെ കാതലായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വർഗം എന്ന് പറയുന്നു. എന്താണ് വർഗം? വർഗം ചരിത്രാതീതമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ല. വർഗം ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ്.
അതുകൊണ്ട് വർഗം നിലവിൽ വന്നു എന്നതിൻ്റെ അർത്ഥം ആ വർഗം അതേപടി ചരിത്രത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കും എന്നല്ല. വർഗത്തിന് അങ്ങനെ കേവലവും സുനിശ്ചിതവും ശാശ്വതവുമായ ഒരു ഉള്ളടക്കം, നിശ്ചലമായൊരു പ്രകൃതമുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധമാണ്. മറിച്ചൊരു ചരിത്ര പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മൂർത്തതയെ വിശദീകരിക്കുകയാണ് ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കൺസെപ്റ്റ് കൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ചിന്തയുടെ ഒരു അടിസ്ഥാന പ്രശ്നം സങ്കല്പനം കൊണ്ട് യാഥാർത്ഥ്യത്തെ മൂടുകയാണ്. മാർക്സ് ചെയ്തത് സങ്കല്പനം കൊണ്ട് യാഥാർത്ഥ്യത്തെ പൊളിക്കുക, യാഥാർത്ഥ്യം കൊണ്ട് സങ്കല്പനങ്ങളെ അഴിക്കുകയാണ്. നിങ്ങൾ മാർക്സിൻ്റെ പുസ്തകങ്ങൾ ഉടനീളം വായിച്ചു നോക്കിയാൽ വർഗം എന്ന് പറയുന്നതിനെ സുനിശ്ചിതമായി വിശദീകരിക്കാൻ മാർക്സ് എവിടെയും ശ്രമിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും. മൂലധനത്തിൻ്റെ 3-ാം വാള്യത്തിൽ അവസാന അധ്യായത്തിൽ വർഗത്തെക്കുറിച്ചൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് മാർക്സ്. അത് പക്ഷെ അപൂർണമാണ്. എന്തുകൊണ്ടാണ് വർഗസമരമാണ് ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ മാർക്സ് വർഗത്തെ ആദ്യം നിർവഹിച്ചിട്ട് തുടങ്ങാതിരുന്നത്? വർഗത്തെ ആദ്യം നിർവഹിച്ച് ശാശ്വതമായി വർഗം ഇതാണെന്ന് പറയല്ല, വർഗസമരം ചരിത്രത്തിൽ എങ്ങനെ പ്രയുക്തമാകുന്നു. മാർക്സ് 3 ഗ്രന്ഥങ്ങൾ എഴുതി. സിവിൽ വാർ ഇൻ ഫ്രാൻസ്, ക്ലാസ് സ്ട്രഗിൾ ഇൻ ഫ്രാൻസ്, 18th ബ്രൂമെയർ ഓഫ് ലൂയി ബോണപ്പാർട്ട്. 1848 വിപ്ലവം, പരാജയപ്പെട്ട വിപ്ലവങ്ങൾക്ക് ശേഷം ക്ലാസ് സ്ട്രഗിൾ ഇൻ ഫ്രാൻസ്, ഫ്രാൻസിലെ വർഗസമരം. ലൂയി ബോണപ്പാർട്ട് അധികാരം തിരിച്ചു പിടിച്ചതിനെക്കുറിച്ച് ഒരുപക്ഷെ മാർക്സിൻ്റെ ഏറ്റവും കാവ്യാത്മകമായ ഭാഷയിൽ എഴുതപ്പെട്ട ലൂയി ബോണപ്പാർട്ടിൻ്റെ 18ാം ബ്രൂമെയർ എന്ന കൃതി, 1871 പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് സിവിൽ വാർ ഇൻ ഫ്രാൻസ്. ഈ 3 ഗ്രന്ഥങ്ങളിലും വർഗസമരത്തിൻ്റെ മൂർത്ത പ്രകൃതി എന്താണ് എന്ന് മാർക്സ് നോക്കി. മൂലധനം എങ്ങനെ വർഗപരമായൊരു പ്രക്രിയയായി പ്രവർത്തിക്കുന്നു എന്ന് മൂലധനത്തിൽ നോക്കുകയുണ്ടായി. അതല്ലാതെ മുൻകൂറായി താത്വിക സംവർഗങ്ങൾ നിർവചിച്ച് ഈ താത്വിക സംവർഗങ്ങളിലേക്ക് യാഥാർത്ഥ്യത്തെ പിടിച്ചു കെട്ടുന്ന, യാഥാർത്ഥ്യത്തെ മെരുക്കിയെടുക്കുന്ന, അങ്ങനെ യാഥാർത്ഥ്യത്തെ കെട്ടിമറയ്ക്കുന്ന പ്രൊക്രസ്ട്രിയൻ എന്ന് വിളിക്കാവുന്ന ഒരു കട്ടിലല്ല മാർക്സിൻ്റെ ഒരു സങ്കല്പനവും. അങ്ങനെ ഒരു കട്ടിലാകാൻ മാർക്സ് അതിസൂക്ഷ്മമായ സാമ്പത്തിക സംവർഗങ്ങളെപ്പോലും അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി മൂലധനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സമീപന രീതി സ്വീകരിച്ചതുകൊണ്ട് മൂലധനം ഒരു തുറന്ന പുസ്തകമായിട്ടിരിക്കുന്നു. ഓപ്പൺ ടെക്സ്റ്റ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 കാര്യങ്ങളുണ്ട് അതിന്. ഓപ്പൺ ടെക്സ്റ്റ് എന്ന് ഞാൻ പറയുന്നത് മാർക്സിനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ മാർക്സ് ആഗ്രഹിച്ച അർത്ഥത്തിൽ അത് പൂർത്തിയായി സമഗ്രമായൊരു കൃതിയായി മാറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. അതൊരു കാരണമാണ്. ഒപ്പം തന്നെ തൻ്റെ വിചാര രീതിയെ നിരന്തരമായി അകമേ പരിഷ്കരിക്കുന്ന, അതിനെ തുറന്നിടുന്ന ഒരു വിശകലന രീതി മാർക്സ് നിലനിർത്തി എന്നതും കൂടി പ്രധാനമാണ്. ഒന്ന്, മുതലാളിത്തത്തിൻ്റെ യഥാർത്ഥ അനുഭവവുമായി ചേർന്നു പോകുന്നതായിരുന്നു മാർക്സിൻ്റെ വിഷയവിശകലനം. നിങ്ങൾ മൂലധനം വായിച്ചു നോക്കിയാൽ 19-ാം നൂറ്റാണ്ടിലെ മുതലാളിത്തോൽപാദനത്തിൻ്റെ അതിവിശദമായ വിവരണങ്ങൾ കാണാം. ആ വിവരണം തൊട്ടു മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അതായത് യാഥാർത്ഥ്യത്തെ സങ്കല്പനപരമായി സംഗ്രഹിക്കുക മാത്രമല്ല, സംഗ്രഹിച്ചുകൊണ്ടല്ല, യാഥാർത്ഥ്യത്തെ നേർക്കുനേർ നോക്കിക്കണ്ട്. അത് എംഗൽസൺ ചെയ്യുന്നു. ദ കണ്ടീഷൻ ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് 1844. ആ പുസ്തകത്തിൽ നിന്നാണ് വാസ്തവത്തിൽ മാർക്സ് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വലിയ തോതിൽ വരുന്നത് തന്നെ. അങ്ങനെ സമൂർത്തമായ യാഥാർത്ഥ്യത്തെ ഒരു ഭാഗത്ത് നോക്കിക്കാണുക, അതിനെ സൈദ്ധാന്തികമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുക, യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതത്തിൽ വരുന്ന മാറ്റത്തെ നിരന്തരം സിദ്ധാന്തവൽക്കരിക്കുക, ഈ സിദ്ധാന്തവൽക്കരണത്തിന് ആവശ്യമായ സൈദ്ധാന്തികമായ പുനഃക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് മാർക്സിലുടനീളം കാണാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാർക്സ് ഒരിക്കലും സിദ്ധാന്തരൂപം ആദ്യമേ വച്ച് ആ സിദ്ധാന്തത്തിലേക്ക് യാഥാർത്ഥ്യത്തെ കൊണ്ടുവരികയല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നൊരു കാര്യം. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതലാളിത്തം എന്ന വ്യവസ്ഥയെ, സാന്ദർഭികമായിട്ട് പറയട്ടെ, ക്യാപിറ്റലിസം എന്ന വാക്ക് മാർക്സ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആ വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത്, കൗതുകം തോന്നാം, ഒരു നോവലിസ്റ്റാണ്, വില്യം താക്കറെ എന്ന നോവലിസ്റ്റാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ മാർക്സ് എഴുതുന്നുണ്ട്. ക്യാപിറ്റലിസം എന്നത് ആ നിലയിൽ മാർക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കല്ല. അതുകൊണ്ട് മാർക്സിന് അത് താല്പര്യമില്ലായിരുന്നു എന്നല്ല, ഞാനതിൻ്റെ സാന്ദർഭികമായിട്ട് അതിൻ്റെ ഒരു ചരിത്രം വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ മുതലാളിത്തം എന്നതിനെ ഒരു സമ്പദ് വ്യവസ്ഥ മാത്രമായിട്ട് ചുരുക്കാതെ
ആ സമ്പദ് വ്യവസ്ഥയിൽ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവും മതാത്മകവും ഒക്കെയായ ഘടകങ്ങൾ പരിഗണിക്കണം എന്ന സൂചന നിങ്ങൾക്ക് മൂലധന ചർച്ചയിൽ ഉടനീളം കാണാൻ കഴിയും. അവ ഉടനീളം മാർക്സ് മൂലധനത്തിൽ സാമ്പത്തിക ചർച്ച ചെയ്തതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ അർത്ഥം സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക മാത്രമായി മാർക്സ് എപ്പോഴെങ്കിലും പരിഗണിച്ചു എന്നല്ല. അങ്ങനെ പരിഗണിച്ചാൽ മാർക്സിൻ്റെ വിപുലമായ ആലോചനയുമായി അത് ചേരാതെ വരും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിൻ്റെ ചിന്തയ്ക്ക് രണ്ട് വഴികളുണ്ട് എന്ന് ചിലർ കരുതുന്നുണ്ട്. അതൊരു അക്കാഡമിക ചർച്ചയാണ്. മാർക്സ് ആദ്യകാല മാർക്സും പിൽക്കാല മാർക്സിൻ്റെ മൂർത്ത രൂപമാണ് മൂലധനം എന്നൊക്കെ അൽത്യൂസറൊക്കെ പറയുന്നത് സാങ്കേതികമായി വലിയ വാദങ്ങളാണെങ്കിലും ഞാൻ കരുതുന്നത് പലരും വാദിച്ചിട്ടുള്ളതും ആദ്യകാല മാർക്സിൻ്റെയും പിൽക്കാല മാർക്സിൻ്റെയും വിചാരലോകങ്ങൾ തമ്മിൽ ഭിന്നതകളുണ്ട്, ഒപ്പം തന്നെ ആന്തരികമായ നൈരന്തര്യവും നിലനിർത്തുന്നുണ്ട് എന്ന കാര്യമാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മൂലധനത്തിൻ്റെ 1-ാം വോള്യത്തിൽ മാർക്സ് നടത്തിയ ഈ പറഞ്ഞ സന്ദർഭത്തിൽ പ്രധാനമാണ്. 1-ാം വോള്യത്തിൽ മാർക്സ് നടത്താൻ ശ്രമിച്ച ചില പ്രധാനപ്പെട്ട തിരുത്തലുകളുണ്ട്. ആ തിരുത്തലുകൾ നേരത്തെ ബേബുസാഹിബോട് പറഞ്ഞതുപോലെ അത് വളരെ പ്രധാനപ്പെട്ട ചില തിരുത്തലുകൾ നടത്തി. 867 മൂലധനത്തിൻ്റെ 1-ാം വോള്യം വന്നു, ജർമ്മൻ പതിപ്പ് വന്നു. 72 ജർമ്മൻ പതിപ്പ് 2-ാം പതിപ്പ് വന്നു. 73 റഷ്യൻ പതിപ്പ് വന്നു. 75 ഫ്രഞ്ച് പതിപ്പ് വന്നു. ഫ്രഞ്ച് പതിപ്പ് ജോസഫ് മേയർ എന്ന് പറയുന്ന ഒരാളാണ് തയ്യാറാക്കിയത്. മാർക്സ് നേരിട്ട് പരിശോധിച്ചതിന് ശേഷം മാർക്സ് ധാരാളം തിരുത്തലുകൾ വരുത്തി. മാർക്സ് എംഗൽസിൻ്റെ സമ്പൂർണ്ണ കൃതികൾ കളക്റ്റഡ് വർക്ക്സ് പ്രസിദ്ധീകരിച്ചതിൽ ഏതാണ്ട് 60ഓളം പേജുകൾ വരുന്ന തിരുത്തലുകൾ മാർക്സിൻ്റെ ഉണ്ട്. അത് പ്രത്യേകമായിട്ട് ചേർത്തിട്ടുമുണ്ട്. മാർക്സ് പിന്നെ പറഞ്ഞൊരു കാര്യം, ഫ്രഞ്ച് പതിപ്പിൻ്റെ ആമുഖത്തിൽ മാർക്സ് പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ടുള്ള എല്ലാ പതിപ്പുകളും ഈ പരിഷ്കരിച്ച ഫ്രഞ്ച് പതിപ്പിനെ ആശ്രയിച്ചു വേണം ചെയ്യാൻ എന്ന് മാർക്സ് പറയുന്നുണ്ട്. അങ്ങനെ സ്വയം നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം 1881 മരിക്കുന്നതിന് കുറച്ച് മുമ്പ്, 2 വർഷം മുമ്പ് എംഗൽസിന് എഴുതിയ കത്തിൽ, ഡിസംബർ 13 എംഗൽസിന് എഴുതിയ കത്തിൽ ഈ ഫ്രഞ്ച് പതിപ്പാവണം തുടർന്നുള്ള പതിപ്പുകളുടെ അടിസ്ഥാനമാകേണ്ടത് എന്ന നിർദ്ദേശം മാർക്സ് തന്നെ നൽകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എംഗൽസ് അതത്ര പരിഗണിച്ചില്ല. എംഗൽസിൻ്റെ അതിലൊരു കൗതുകമുള്ള കാര്യമുണ്ട്. എംഗൽസ് പറഞ്ഞൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, എംഗൽസ് പറഞ്ഞത് ഈ ഫ്രഞ്ച് ഭാഷയ്ക്ക് മാർക്സിൻ്റെ ചിന്തയുടെ ഗഹനതയെ ഉൾക്കൊള്ളാനുള്ള ശേഷിയൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ലാളിത്യത്തിന് വേണ്ടി എന്താ പറയുക, മിനുസപ്പെടുത്തിയെടുത്ത അതിലളിതവൽക്കരിച്ച ഒരു പാഠമാണ് ഫ്രഞ്ച് പാഠം. അതുകൊണ്ട് ഫ്രഞ്ച് പാഠം മാർക്സിന് ഇഷ്ടമായെങ്കിലും അത് അത്ര ശരിയായിട്ടില്ല എന്നാണ് എംഗൽസിന് തോന്നിയത്. എംഗൽസിൻ്റെ കൗതുകമുള്ള വാക്യം ഇതാണ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു തിങ്ക് ഒറിജിനലി ആൻഡ് ഡയലക്റ്റിക്കലി ഇൻ ദ സ്ട്രെയിറ്റ് ജാക്കറ്റ് ഓഫ് മോഡേൺ ഫ്രഞ്ച്. ആധുനിക ഫ്രഞ്ച് ഭാഷയുടെ ഒരു ചട്ടക്കൂടിനകത്ത് മൗലികമായിട്ടും വൈരുദ്ധ്യാത്മകമായിട്ടും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പര് അതിനെ തള്ളിക്കളയുക ചെയ്തത്. അതുകൊണ്ട് മാർക്സ് മരിച്ചതിന് ശേഷം 83 തന്നെ ജർമ്മൻ പതിപ്പിൻ്റെ 3-ാം പതിപ്പ് വന്നു. പിന്നെ 90 അതിൻ്റെ 4-ാം പതിപ്പ് വരികയുണ്ടായി. ഈ 4-ാം പതിപ്പ് ആദ്യത്തെ ജർമ്മൻ പതിപ്പിനെ ആശ്രയിച്ചാണ് എംഗൽസ് തയ്യാറാക്കിയത്, 75 ഫ്രഞ്ച് പതിപ്പിനെ ആശ്രയിച്ചല്ല. മാർക്സ് വരുത്തിയ തിരുത്തലുകൾ എന്തൊക്കെയാണ്? ഞാൻ അടുത്ത കാലത്തൊരു പുസ്തകം ഇതിനെക്കുറിച്ച് വായിച്ചു. കെവിൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ് ഒരാൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം മാർക്സ് അറ്റ് ദ മാർജിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അതിൽ 1870-80കളിൽ മാർക്സിൻ്റെ ചിന്തയിൽ മൗലികമായ ചില പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഒന്ന്, ഈ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി കിഴക്കൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ റഷ്യയിലും അയർലൻഡിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന സമരങ്ങൾ, വിപ്ലവ മുന്നേറ്റങ്ങൾ, ഇതിൻ്റെ സ്വഭാവം എന്താണ്? ഇത് മാർക്സിൻ്റെ ഒരു ഗൗരവമുള്ള വിഷയമായി. ആദ്യഘട്ടത്തിൽ മാർക്സ് കരുതിയത് ഈ 3-ാം ലോകരാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 1-ാം ലോകരാജ്യങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോകണം എന്നാണ്. അങ്ങനെ സാധ്യമാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ കൊളോണിയലിസത്തെ മാർക്സ് പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന മട്ടിലൊരു പ്രസ്താവന വരികയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ. അൺകോൺഷ്യസ് ടൂൾ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ അബോധാത്മകമായൊരു ഉപകരണമാണ് കോളനീകരണം എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. 70കളിൽ അദ്ദേഹം ആ പൊസിഷൻ തിരുത്തുന്നുണ്ട്. ഈ ആദ്യത്തെ വാചകം വെച്ചിട്ട് എഡ്വേർഡ് സെയ്ദൊക്കെ മാർക്സിനെ ധാരാളം ചീത്ത പറഞ്ഞിട്ടുണ്ട്. മാർക്സ് ഒരു കൊളോണിയലിസ്റ്റ് ആണെന്ന് വാദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൗകര്യപൂർവ്വം 70ലെ മാർക്സിൻ്റെ തിരുത്തൽ സെയ്ദ് കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സൗകര്യമുള്ളത് കാണുക.
സെലക്റ്റീവ് റീഡിംഗ് എന്നത് ഇപ്പോൾ തുടങ്ങിയ കാര്യമല്ല. ഐജാസ് അതിനെക്കുറിച്ച് വിസ്തരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ തിയറിയിൽ എഴുതുന്നുണ്ട്, ഈ മാർക്സിൽ നടത്തിയ തിരുത്തലുകൾ. എന്താണ് 70കളിൽ മാർക്സിൻ്റെ ചിന്തയിൽ വന്ന ഒരു പുതിയ പരിഗണനാ വിഷയം? ലളിതമായിട്ട് പറഞ്ഞാൽ, നാം ഈ മൂന്നാം ലോകം എന്ന് വിളിക്കുന്ന രാജ്യങ്ങളുടെ പ്രകൃതം എന്താണ്? അതിൻ്റെ വിപ്ലവപരമായ വളർച്ചയുടെ ക്രമം ഒന്നാം ലോകത്തിൻ്റെ അഥവാ വ്യാവസായികമായി വികസിച്ച രാജ്യങ്ങളുടെ അതേപടി ആയിരിക്കുമോ? ആയിരിക്കും എന്നൊരു കരുതലാണ് 67 മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിലുള്ളതെങ്കിൽ 75 ഫ്രഞ്ച് പതിപ്പിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ആ നിലപാട് തിരുത്തുന്നുണ്ട്. അതാണ് തിരുത്തലിലെ കേന്ദ്ര പ്രശ്നം. അതായത് സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് കടക്കാൻ വ്യാവസായിക വികസനത്തിൻ്റെയും മുതലാളിത്ത വിപ്ലവത്തിൻ്റെയും ഘട്ടം ഒരു കാർഷിക സമൂഹം അനിവാര്യമായും പിന്നിടേണ്ടതുണ്ടോ എന്ന ചോദ്യം വേരാ സസൂലിച്ച് എന്ന് പറയുന്ന റഷ്യൻ വിപ്ലവ പ്രവർത്തക മാർസിനോട് ഇക്കാര്യം എഴുതി ചോദിക്കുന്നുണ്ട്. 1878 മറ്റോ മാർസ് അവർക്ക് എഴുതുന്ന കത്തിൽ മാർസ് പറയുന്നത് 2 സാധ്യതകളുണ്ട്. റഷ്യൻ കമ്മ്യൂണുകൾക്ക് എന്ത് സംഭവിക്കും, പൊതുഭൂവുടമസ്ഥതയിൽ നിലനിൽക്കുന്ന റഷ്യൻ കമ്മ്യൂണുകൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ച കത്തിന് അവർ മറുപടി എഴുതിയത്, വേരാ സസൂലിച്ച് വലിയ ആളാണ് കേട്ടോ, അവിടുത്തെ റഷ്യൻ സാർ ചക്രവർത്തിയെ വെടിവെച്ച് കൊന്ന കേസിലെ പ്രതിയാണ്, താൻ വെടിവെച്ച് കൊന്നിട്ടില്ല എന്ന് കേസിൽ വാദിച്ച് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്ത്രീയുമാണ്. അവർ തന്നെയാണ് വാദിച്ചത്. അവരായിരുന്നു പക്ഷേ വെടിവെച്ച് കൊന്നത്. കൊന്ന കൂട്ടത്തിൽ ഒരാൾ അവരായിരുന്നു. കോടതിയിൽ പക്ഷേ അവർ വാദിച്ച് അല്ലാന്ന് സമർത്ഥിച്ച് പുറത്ത് കിടക്കുകയുണ്ടായി വേരാ സസൂലിച്ച്. ആ വേരാ സസൂലിച്ച് ചോദിച്ച ചോദ്യത്തിന് മാർസിൻ്റെ ഉത്തരം 2 സാധ്യതകൾ റഷ്യൻ കമ്മ്യൂണുകൾക്കുണ്ട്. ഒന്ന്, മുതലാളിത്തത്തിലേക്ക് കടക്കാതെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് മുന്നേറാനുള്ള ഒരു ചവിട്ടുപടിയായി, സ്പ്രിംഗ് ബോർഡ്, കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു പലകയായി നിങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യൻ കമ്മ്യൂണുകൾ മാറാം. അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ കടന്നുവരവിൽ റഷ്യൻ കമ്മ്യൂണുകൾ ചവിട്ടിയരയ്ക്കപ്പെടും. ഈ 2 സാധ്യതയുണ്ട്. ഈ 2 സാധ്യത മാർസ് തള്ളിക്കളയുന്നില്ല. 1860 മാർസ് പക്ഷേ ഇതിൽ ആദ്യത്തെ സാധ്യതയെ കൺസീവ് ചെയ്തിട്ടില്ല. മുതലാളിത്തത്തിലേക്ക് പ്രവേശിക്കാതെ അദ്ദേഹം ഒരു മൂലധനത്തിന് ഒന്നാം വാള്യത്തിൽ എഴുതിയത്, വികസിത രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഭാവിയെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. 1875 ഫ്രഞ്ച് പതിപ്പിലെ തിരുത്ത്, വികസിത രാജ്യങ്ങൾ തങ്ങളുടെ വഴിയിലേക്ക് വന്ന അവികസിത രാജ്യങ്ങൾക്ക് തങ്ങളുടെ ഭാവിയെ കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ്. ഈ തിരുത്തൽ ചെറുതല്ല. തങ്ങളുടെ വഴിയിലേക്ക് വന്ന അവികസിത രാജ്യങ്ങൾ, അതായത് മുതലാളിത്ത വികസനത്തിലേക്ക് കടന്നു വന്ന അവികസിത രാജ്യങ്ങളുണ്ട്. കടന്നു വരാത്ത രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം മാർസ് അവിടെ ഉന്നയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കെവിൻ ആൻഡേഴ്സണൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കർഷക സമൂഹത്തെ ആക്കിക്കൊണ്ടാണ് മുതലാളിത്ത വളർച്ച മുന്നേറുക എന്ന മൂലധനത്തിലെ ഒന്നാം വാള്യത്തിലെ നിർദ്ദേശം, അത് യൂറോപ്പിലെ കർഷക തൊഴിലാളികളെ എന്ന് മാർസ് 75 ഫ്രഞ്ച് പതിപ്പിൽ തിരുത്തുന്നു. ഞാൻ പറഞ്ഞത് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചുള്ള മാർസിൻ്റെ ഒബ്സർവേഷൻസിനെ ഒരുപക്ഷെ കൂടുതൽ വിശദാംശങ്ങളോടെ വിപുലീകരിക്കുന്ന മട്ടിൽ ഉള്ള ചില നവീകരണങ്ങൾ മാർസ് മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിൽ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ കരുതും ഇയാൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് 2-3 തവണയായി, ഇത് അവസാനിക്കണില്ലല്ലോ, എങ്കിലും ഇത് അവസാനത്തെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തിരുത്തി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർസിൻ്റെ കൺസേൺ തൻ്റെ അക്കാഡമികമായ, തൻ്റെ വൈജ്ഞാനികമായ ഭദ്രത മാത്രമല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ മൂർത്ത പ്രകൃതം എന്താണ്? മാർസിനെ ഈ നോട്ടത്തിലേക്ക് ആകെ പ്രേരിപ്പിച്ച ഘടകം റഷ്യയാണ്. 1879 എംഗൽസിന് എഴുതിയ കത്തിൽ, ഫ്രെഡറിക് സോർഗ് എന്ന് പറയുന്ന ഒരാൾക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇക്കാലം വരെ രാജാധിപത്യത്തിൻ്റെയും യാഥാസ്ഥിതികത്വത്തിൻ്റെയും നെടുങ്കോട്ടയായ റഷ്യയിലായിരിക്കും ഒരുപക്ഷെ വിപ്ലവത്തിൻ്റെ ആദ്യ വെടി മുഴങ്ങുക. 1879 മാർസ് ആദ്യം കരുതിയിരുന്നത് ഒന്നുകിൽ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ജർമ്മനിയിൽ വിപ്ലവം തുടങ്ങും എന്നാണ്. അങ്ങനെ തൻ്റെ തന്നെ നിരീക്ഷണങ്ങളെ തിരുത്തിക്കൊണ്ട് റഷ്യയിലെ വിപ്ലവ സാധ്യതയെ കണ്ടറിഞ്ഞതോടെയാണ് ഈ കാർഷിക പ്രശ്നം എന്നത് മറ്റൊരു നിലയിൽ നോക്കേണ്ടതാണ് എന്ന് മാർസ് കരുതുകയും അത് നൽകുന്ന തെളിച്ചങ്ങളെ വെച്ചുകൊണ്ട് ഈ മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിൽ തന്നെ ചെറുതെങ്കിലും ഒട്ടും അപ്രധാനമല്ലാത്ത നവീകരണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, സിദ്ധാന്ത ശാഠ്യങ്ങളിലല്ല മാർസ് ജീവിച്ചത്. മൂലധനത്തിലടക്കം ഏറ്റവും ശാസ്ത്രീയമായി അദ്ദേഹം അനലൈസ് ചെയ്ത മൂലധനത്തിലടക്കം
യാഥാർത്ഥ്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ്. സിദ്ധാന്തങ്ങൾ കൊണ്ട് മൂർത്ത യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കൽ എന്നത് മാർക്സിൻ്റെ താല്പര്യമേ ആയിരുന്നില്ല. ലെനിൻ പറഞ്ഞത് അച്ചട്ടായിരുന്നു, സമൂർത്ത യാഥാർത്ഥ്യങ്ങളുടെ സമൂർത്ത വിശകലനം. സമൂർത്ത യാഥാർത്ഥ്യം നിങ്ങൾ എഴുതിയുണ്ടാക്കുന്ന പ്രബന്ധമല്ല, ജീവിക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയെ പിടിക്കാനാണ് മാർക്സ് മൂലധനത്തിലും ശ്രമിച്ചത്. നിശ്ചയമായും ആ വഴി ഇനിയും ദീർഘകാലം നിലനിൽക്കും. ഞാൻ തുടക്കം ഈ ഈഗിൾട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈഗിൾട്ടൺ പറയുന്നുണ്ട് മാർക്സിസം മരിച്ചുപോയി എന്നാണ് മാർക്സിസ്റ്റ് വിരുദ്ധരൊക്കെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വാസ്തവത്തിൽ ഞങ്ങൾ മാർക്സിസ്റ്റുകളുടെ ആഗ്രഹവും മാർക്സിസം മരിച്ചു പോകണമെന്ന് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയും മാർക്സിസം മറ്റിസങ്ങളെപ്പോലെ ഒരു ഇസല്ല, ബുദ്ധിസത്തെ പോലെയോ മറ്റേതെങ്കിലും ഇസങ്ങളെപ്പോലെയോ അല്ല, തങ്ങളുടെ കൂടെ ആൾ കൂടണം എന്നല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മാർക്സിസ്റ്റുകൾ വാസ്തവത്തിൽ ഈ ചികിത്സകരെ പോലെയാണ്, വൈദ്യന്മാരെ പോലെ. വൈദ്യന്മാരെന്താണ് ചെയ്യുക? വൈദ്യന്മാർ രോഗത്തെ ചികിത്സിക്കുന്നു. ഒരു നല്ല വൈദ്യൻ്റെ അവസാന താല്പര്യം എന്താണ്? രോഗികളില്ലാത്ത ഒരു ലോകം ഉണ്ടാവണം എന്നാണ്. തൻ്റെ അടുത്ത് രോഗികൾ കൂടിക്കൊണ്ടേയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മോശം ഡോക്ടർമാരാണ്. രോഗികളില്ലാണ്ടാവണം. നമ്മുടെ ഡോക്ടർമാരൊക്കെ മറിച്ച് ആഗ്രഹിക്കുന്നു. അവർ മരുന്ന് തന്നെ തന്നു തന്നെ നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വേറൊരു കാര്യം. എങ്കിലും ഈഗിൾട്ടൺ പറയുന്നത് നല്ല ചികിത്സകൻ്റെ ലക്ഷ്യം തൻ്റെ അടുത്ത് ആരും വരാത്ത, താൻ ആവശ്യമില്ലാത്ത, രോഗങ്ങളില്ലാത്തൊരു സമൂഹം ഉണ്ടാവലാണ്. മുതലാളിത്തം എന്ന രോഗത്തിനുള്ള ചികിത്സയാണ് മാർക്സിസം. മുതലാളിത്തം ഇല്ലാണ്ടായി മാർക്സിസം അപ്രസക്തമായിത്തീരുന്ന ഒരു കാലം വരാൻ വേണ്ടിയാണ് മാർക്സിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു കാലം വന്നാൽ ഞങ്ങൾക്കും സായാഹ്നങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം കടൽ തീരത്ത് കാറ്റുകൊള്ളാൻ പോവാം. ഈ അവസാനിക്കാത്ത കമ്മിറ്റികളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഞങ്ങൾക്കും രക്ഷപ്പെടാം. ഞങ്ങൾക്കും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാം. ഞങ്ങൾക്കും വിശ്രമവേളകളും വിനോദവേളകളും ഉല്ലാസങ്ങൾ കൊണ്ട് നിറയ്ക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ മുതലാളിത്തം എന്ന ജീവിതക്രമം ഉണ്ടാക്കിയ രോഗാതുരത അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് കൂടിക്കൊണ്ടിരിക്കുകയും മാർക്സിസം അപ്രസക്തമാവുകയും ചെയ്യുക സാധ്യമല്ല. കാരണം മുതലാളിത്തം എന്ന രോഗത്തിനുള്ള ചികിത്സയാണ് മാർക്സിസം. ആ ചികിത്സയുടെ ഏറ്റവും നല്ല വിശദീകരണമായിരുന്നു മൂലധനം. അതുകൊണ്ടത് ദീർഘകാലം ഇനിയും നമ്മുടെ ചരിത്രത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ പ്രവൃത്തി മൂല്യമാണ് അതിൻ്റെ വിജയഹേതു എന്നുകൂടിയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമസ്കാരം.